ഹായ് ഗൈസ്, എല്ലാവർക്കും മോൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എന്താണ് വിശേഷങ്ങൾ? ഒന്നുമില്ല, മഴ, കറണ്ട് പോക്ക്, പവർ കട്ട്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ. അല്ല, നമ്മുടെ വലിയൊരു മെഗാ വിശേഷമാണ് നടന്നത്, നമ്മളുടെ ഇലക്ഷൻ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ ലൈവിന്റെയും ഇലക്ഷനെ കുറിച്ചും ഉള്ള അവലോകനം, താത്വികമായ അവലോകനമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരിടത്തും ഒന്ന് കൃത്യതയായിട്ടൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മളെങ്കിലും കൃത്യമായിട്ട് സങ്കുചിതാവസ്ഥയാണോ? അത് പറയേണ്ടി വരും. എല്ലായിടത്തും അവിയൽ പരുവാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും എനിക്ക് തമിഴ് ഭേദം കേരളമാണെന്നാണ് തോന്നുന്നത്, അല്ലേ? അല്ലല്ല, തമിഴ് ഭേദം ഇപ്പം കൃത്യത ഇപ്പം ജയിച്ച് കൃത്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളത് വെസ്റ്റ് ബംഗാളിനാണ്. പക്ഷെ അവിടെ ഇപ്പോഴത്തെ രാജിവെക്കൂല. പക്ഷെ ഇവിടത്തെ കേസാണെങ്കിൽ മുഖ്യമന്ത്രി ഇല്ല. അവിടെയാണെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ ഇതായില്ല, ഭൂരിപക്ഷം ആയില്ല. അതെ, മൊത്തത്തിൽ ഒരു പ്രശ്നമാണ്. നമുക്ക് കേരളത്തിൽ നിന്ന് തുടങ്ങാം. കേരളത്തിലാണെങ്കിൽ ഇപ്പം 3 ദിവസമായിട്ട് എനിക്കൊണ്ട് ഇലക്ഷൻ തീരുമ്പോൾ സാധാരണ അതങ്ങ് നിൽക്കുന്നതാണ് ആ ഒരു ന്യൂസ്. പക്ഷേ ഇലക്ഷൻ തീർന്നപ്പോഴും ആ സാധനം ഗ്രാഫ് മുകളിലോട്ടാണ്. നമ്മളുടെ മുഖ്യമന്ത്രി ചർച്ചകളെ കുറിച്ചുള്ള അത് കോൺഗ്രസ് ഭരണത്തിൽ വന്നാലുള്ള ഒരു ഇതാണ്. ന്യൂസുകാരന്മാർക്കൊരു ചാകരയാണ്. അത് അവര് മാക്സിമം അതിന് മുന്നേ ശ്രമിച്ചിട്ടുണ്ട് ഒന്ന് താഴ്ത്തിക്കൊണ്ടുവരാൻ. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ റേസിൽ ഇപ്പൊ മുൻപന്തിയിലുള്ളത് നമ്മളുടെ പക്ഷെ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ KCയും പുള്ളിയാണ് ഫ്രണ്ടിലല്ലേ, സതീശനും ഫ്രണ്ടിലെന്നാണ് പറയണത്. ചെന്നിത്തല സെക്കൻഡ് ലൈനിലാണെന്നാണ്. പക്ഷെ ചെന്നിത്തല ഇന്നലെ പോയി എല്ലാരെയും കണ്ട്, ഡൽഹിയിൽ പോയി എല്ലാരെയും തോന്നുന്നില്ല ഇല്ലേ? ഇപ്പൊ ഡൽഹിയിൽ അവരെന്തോ ഇവിടെ ബാക്കിയുള്ള MLA-മാരായിട്ട് എന്തോ സംസാരിക്കുകയല്ലേ ചെയ്യണേ. ഇപ്പൊ ആരെയാണ് അവർക്ക് താല്പര്യം, അങ്ങനെ MLA-മാര് പിന്തുണയ്ക്കും പോലെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും KC വേണുഗോപാലായിരിക്കും. പക്ഷെ അതൊരു വല്ലാത്തൊരു വേണുഗോപാലായി കഴിഞ്ഞാൽ ജനങ്ങളുണ്ടല്ലോ, ജനങ്ങൾ നല്ല ഒരു വിമർശനം വരും. ഉള്ളവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ വന്ന് ഇറങ്ങി പോലെ ആയി പോകില്ലേ, കെട്ടിയിറക്കിയ പോലെ ആയി പോകും. അതുകൊണ്ട് ജനങ്ങള് പ്രതിഷേധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിഷേധിക്കോ? അല്ല, ഇപ്പൊ അവരുടെ കുറെ വിങ്ങുകളൊക്കെ ഇല്ലേ, അണികൾ പ്രതിഷേധിക്കും. ജനങ്ങൾ പൊതുജനമല്ല. പൊതുജനത്തിനും അത്ര ഇഷ്ടം വരുവാൻ ചാൻസ് ഇല്ല. എന്താന്ന് വെച്ചാൽ ഒരു VD സതീശനൊക്കെ പ്രതിപക്ഷ നേതാവായിട്ട് ഇത്രയും നിന്നിട്ട് പെട്ടെന്ന് ഒരാള് കേന്ദ്രത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആകുമ്പോഴ് എനിക്കറിയില്ല, ഇത്രയും കേരളത്തോടു കൂടി ഇത്രയും ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ടത് പുള്ളിയല്ലേ. അപ്പോഴേ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടം വരുമോ എനിക്കറിയില്ല. ജനങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. അവൻ പറഞ്ഞ ഇപ്പം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളും അല്ല ഈ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ കാണിച്ചിട്ടല്ലേ പുള്ളിയെ. പക്ഷെ അതിന്റെ വ്യത്യാസമില്ല. കേന്ദ്രവും പുള്ളിക്കാരന് 90 വയസ്സുള്ള ഒരു നല്ല പ്രായമുണ്ട്. പക്ഷെ പിണറായി വിജയൻ മത്സരിക്കുകയും ചെയ്തു, ജയിച്ച ആളാണ്. പിന്നെ പിണറായി വിജയൻ കുറച്ച് ഫോർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, ഇലക്ഷന്റെ ഇതിനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അവിടെ സീനില്ല. അവിടെ ആരാക്കിയാലും സമ്മതിക്കും. ഇപ്പൊ VS അച്യുതാനന്ദന്റെ ആണെങ്കിലും പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ ഇപ്പൊ ഇതിൽ ആരായാലും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ സ്ഥാനമാനങ്ങൾ അങ്ങനെ മോഹിക്കാൻ പാടില്ല എന്നുള്ള ഒരു തത്വം അതിലുണ്ടല്ലോ. അപ്പോഴ് തത്വം ഉള്ളതുകൊണ്ട് അത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ കടുംപിടുത്തം പിടിക്കൂല. ഒരാൾ പറയുമ്പോ അങ്ങനെ ഒരു അടിയും ഇടി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നമ്മൾ സ്ഥാനമാനങ്ങൾ മോഹിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അല്ല, ആശയങ്ങളുടെ ഇതിലല്ലായിരിക്കും പറയുന്നതിനാണ് മുൻഗണന. അല്ലാണ്ട് ഇപ്പം ആ ഒരു ഐഡിയോളജി എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ പാർട്ടി എന്നുള്ളതിനാണ് മുൻഗണന. അപ്പം ഇതിന്റെ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് പാർട്ടി പറയണത് മുൻഗണനയായിട്ട് എടുക്കൂലല്ലോ. പാർട്ടി ഒരാൾ പറയണെങ്കിൽ ഇതില് ഇപ്പൊ ഏത് പാർട്ടി I ഗ്രൂപ്പ് ഉണ്ട്, A ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഇപ്പൊ VD സതീശൻ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ KC പക്ഷമുണ്ട്. അപ്പൊ ഇത് 3 ഗ്രൂപ്പായില്ലേ. അപ്പൊ മുസ്ലിം ലീഗിന് കൃത്യമായിട്ടൊരു നിലപാടുണ്ട്. അവര് പറഞ്ഞ് VD സതീശനാവണം. ജോസഫ് ഗ്രൂപ്പ് അവര് പറഞ്ഞ് VD സതീശനാവണമെന്ന് പറഞ്ഞു.
പക്ഷെ ഇവർ രണ്ടുപേരും മുകളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് ആണല്ലോ തീരുമാനിക്കേണ്ട. പക്ഷെ അവർക്കിടയിൽ തന്നെ 3 പാർട്ടി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. ഇപ്പൊ മറ്റേ CPM-ൽ ഇങ്ങനെ വല്ലതും നടക്കുമോ? ഇല്ലല്ലോ. CPI-യും CPM-ഉം മാത്രമേ ഉള്ളൂ. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർന്നു. അതിൽ തന്നെ CPM തന്നെ തീരുമാനിക്കുന്നത്. അവര് തന്നെയാണ് തീരുമാനിച്ചിട്ട് മറ്റൊരു ചിലപ്പോൾ എതിർപ്പൊക്കെ രേഖപ്പെടുത്തുമായിരിക്കും. പക്ഷെ അതും അങ്ങ് പോവും. പക്ഷെ ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനാണ് മുന്നിൽ നിന്ന് നയിച്ചെങ്കിലും കാശ് വേണമല്ലോ ഇലക്ഷന്. കാശും ഫണ്ടും എല്ലാം റൈസ് ചെയ്തത് KC എന്നാണ് പറയുന്നത് ഈ വർഷം. ആണ് പൊതുവേ കൊണ്ടുവന്നത്. പറയപ്പെടുന്നു. അല്ല, KC തന്നെ പൈസയും ഇത് എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് ഡിപ്ലോമസി ആയിട്ട് ഓരോ ആൾക്കാര് മറ്റേ മാറി നിന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരെയൊക്കെ ഇത്തിരി കുറച്ച് കുറച്ചുപേരെ മാറ്റി നിർത്തിയിട്ട് സീറ്റൊന്നും കിട്ടാത്തവരെ ഒന്ന് അനുനയിപ്പിച്ച് നിർത്തിയത് KC ആണെന്നാണ് പൊതുവെയുള്ള കരക്കമ്പി. പക്ഷെ ഇതിനകത്ത് പാർട്ടിക്കകത്ത് കൂടുതൽ MLA-മാര് സപ്പോർട്ട് ചെയ്യുന്നത് KC ആണെന്നുള്ളൊരു സാധനം കേട്ടോ. അതായത് പുള്ളി ഈ 10 വർഷത്തെ ഒരു പാപ്പരത്വം ഉണ്ടായിരുന്നല്ലോ. അതായത് MLA-മാരും നേതാക്കന്മാരും ഉള്ളപ്പോഴും ഭരണം ഇല്ലാത്തപ്പോ ഇവർക്ക് കുറച്ച് സൈഡ് ലൈൻ ആവണം. അപ്പൊ ആ സമയത്ത് ഇവരെല്ലാം കൂടെ നിർത്തിയതും സപ്പോർട്ട് ചെയ്തതും KC വേണുഗോപാലാണ് എന്നൊരു സാധനം പരക്കെ കേൾക്കുന്നു. അപ്പൊ അത് MLA-മാര് ആ ഒരു സാധനം കാണിക്കുമല്ലോ. MLA-മാരെ നിർത്തിയതും പുള്ളിയാണെന്നാണ് കുറെ സ്ഥലത്തൊക്കെ ആരെയൊക്കെയാണ് നിർത്തണം പുള്ളിയാണ് തീരുമാനിച്ചതെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ക്യാമ്പയിനർ ആയിരുന്നു. ഫ്രണ്ട് ലൈനിൽ അങ്ങനെ ആൾക്കാർ കണ്ടില്ലെങ്കിലും പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഒരു MLA സ്ഥാനത്ത് നിന്ന് മത്സരിച്ചുകൂടെയായിരുന്നു. MP സ്ഥാനത്ത് മത്സരിച്ചു പോയില്ലേ? അതെന്ത് അവിടെ രാജിവെച്ചിട്ട് മത്സരിക്കായിരുന്നു. പക്ഷെ അപ്പം അടി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി 3 പേര് അടി ഉണ്ടാക്കാൻ നിൽക്കായിരുന്നു. പുള്ളിയുടെ ബുദ്ധി ജയിച്ചതിന് ശേഷം ജയിച്ചതിന് ശേഷം എന്നുള്ള ഇതുണ്ടായിരുന്നു കാണും. കാരണം ഒരു ചിലപ്പോ തോറ്റാലോ എന്ന് വിചാരിക്കും. കാരണം ഈ പ്രാവശ്യത്തെ എലക്ഷന്റെ റിസൾട്ട് കഴിയുമ്പോഴേ അവർക്ക് ഇത്രയും ഇപ്പം CPM ആയാലും ഇതെന്ത് തോൽവിയെന്ന് ആൾക്കാരായാലും ഇതെന്ത് തോൽവിയെന്ന് ആലോചിക്കണം. അല്ലാതെ ഇത് ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷ കാണൂല. 980 ശേഷം ഇത്രയും വലിയ തോൽവി പ്രതീക്ഷ കാണല്ല. നമ്മളും പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും 100-ന് മേളില് ഒരു 80-ന് മേളില് കോൺഗ്രസ് ചിലപ്പോ കിട്ടിയാലായെന്ന് വിചാരിച്ചു. 100-ന് മേളിലൊക്കെ ആവും നമ്മൾ പ്രതീക്ഷ. പുള്ളി അങ്ങനെ റിസ്ക് എടുത്തില്ലായിരിക്കും. റിസ്ക് മാത്രമല്ലടാ, എനിക്ക് തോന്നുന്നു പുള്ളി അറിയാമെങ്കിലും ആവാത്തതായിരിക്കും. കാര്യം അതിനു മുന്നേ പുള്ളി മത്സരിക്കുകയാണെങ്കിൽ ഇപ്പൊ VDക്കും മറ്റവർക്കും വ്യക്തമായ സൂചന കിട്ടും. കുറച്ചും കൂടി ഉറപ്പിക്കാം. കാര്യം പുള്ളി ഉറപ്പായിട്ട് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കണേ എന്നുള്ളത്. അപ്പം അപ്പോഴത്തേക്ക് അവര് ചിലപ്പോ കുറച്ചും കൂടി പാലം വലിക്കാനുള്ള ഊർജ്ജസ്വലത കുറയൂലേ. ഇതാവുമ്പോഴത്തേക്കും രമേശ് ചെന്നിത്തലയും വർക്ക് ചെയ്യും, VD സതീശനും വർക്ക് ചെയ്യും. അതിന്റെ സാധനം കേട്ടില്ലേ? എന്റെ ശാന്തി ഇന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഓ അത് ഭയങ്കര ട്രോൾ. അത് എല്ലാരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. പോയി കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്നുകൂടെ പോയി അറ്റംപ്റ്റ് ചെയ്തു. അല്ല അതും ഉണ്ടായത് ഇതിനാണ്. എനിക്കത് ഫീൽ ആവും. അത് കണ്ടപ്പോ എനിക്ക് വിഷമമായി. നീ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ പോയി? അതല്ല, പുള്ളി ചമ്മല് കണ്ടിട്ട് അങ്ങനെ പിന്നെ ആൾക്കാർ ഈ ക്യാമറ എനിക്ക് മനസ്സിലായി. എനിക്കും പാവം തോന്നിയത്. പുള്ളി ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയ ജയം അതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. ആദ്യം പുള്ളി ഇത് ചെയ്തപ്പോ സമ്മതിച്ചില്ല. പിന്നെ അതങ്ങ് പോട്ടെന്നും പറഞ്ഞ് ഇരുന്നാ മതിയായിരുന്നു. പിന്നെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ അതുകൊണ്ടിരുന്നു. ഷാനിമോൾ ഉസ്മാനൊക്കെ വരും, രമ്യ ഹരിദാസ് ഒക്കെ വരുമ്പോഴത്തേക്കും എല്ലാരും അങ്ങനെ തന്നെയാണ് പുള്ളി വരവേക്കുന്നത്. അതും ഇതിനാണ്. എന്തിനാ ഈ അവരുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ടും MLA-മാര് വരണ ഇതാണ് പാർട്ടി ഓഫീസിലോട്ട്. ആ ഒരു ഇത് എനിക്ക് തോന്നുന്നു എല്ലാരും വന്നിട്ട് ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് അവരെന്താ പറയണത്, ഇയാള് ഹൈക്കമാൻഡിൽ നിന്ന് ഒരാളുണ്ട്, ഒരു ദൂതൻ എന്തോ നിരീക്ഷകനോ എന്തോ ഒരു ടേം ഉണ്ട്. ആ ടേം മറന്നു നിങ്ങൾക്ക് അറിയാൻ കമന്റ് ചെയ്യാ. പുള്ളി വന്നിട്ട് ഇത് ഹിയറിംഗ് കേൾക്കും. ഇവർക്ക് ആരാണ് ടിവിയിൽ കണ്ടായിരുന്നു തോമസ് മുകുളാണോ, മുകുൾ വാസ്നിക് ആണോ, അങ്ങനെ എന്തോ ഒരു പേര്, അങ്ങനെ എന്തോ ഒരു പേര് അവിടെ കേട്ടിട്ടുണ്ട്. അജയ് മാക്കാൻ അങ്ങനെ പുള്ളിയാണെന്ന് തോന്നുന്നു. അതാണ് മാക്കാൻ എന്ന് പറഞ്ഞത്. ഞാൻ ഇതിനല്ല പറഞ്ഞത്.
അപ്പൊ ആ പുള്ളിയാണ് വന്നിട്ട് സംസാരിച്ച്. പക്ഷെ VD അതിൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനില്ല, ഇല്ല മന്ത്രിസഭയിൽ ഞാനില്ല, ഡീൽ ഓർ നോ ഡീൽ. ഇങ്ങോട്ട് അല്ല പുള്ളി പണ്ടും അങ്ങനെയായിരുന്നു. മറ്റേ ഉമ്മൻചാണ്ടിയുടെ സമയത്തും പുള്ളിയെ മന്ത്രിസഭയിൽ എടുത്തില്ലെങ്കിൽ പണങ്ങോന്ന് പറഞ്ഞിട്ട് പിണങ്ങി, അന്ന് പിണങ്ങി. അപ്പൊ ഇന്നിപ്പം അറിഞ്ഞൂടാ, പുള്ളിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു, ഡിസർവിംഗ് ആണെന്ന് തോന്നുന്നു. കാര്യം പുള്ളി നല്ലതായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നല്ലൊരു നിരീക്ഷക ഇതൊക്കെ 103 ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് അത്. ഡിസർവിംഗ് ആണെന്ന് വെച്ചാൽ അതേപോലെ ഡിസർവിംഗ് ആണ് രമേശ് ചെന്നിത്തലയും ഡിസർവിംഗ് ആണ്. അപ്പൊ നീ നിന്നെ ഇപ്പൊ വിളിക്കുകയാണ് AICC-ലോട്ട്, നീ ആരെ സപ്പോർട്ട് ചെയ്യും? നീ ആരെ സപ്പോർട്ട് ചെയ്യും? ഞാനും ഇപ്പൊ പറയണത് RCക്ക് ഒരു 2 വർഷമെങ്കിലും കൊടുക്കണം. പുള്ളി അല്ല, നീ 2 വർഷത്തെ 3 വർഷത്തെ കണക്ക് 5 വർഷം ഫോർമുലയാണ് ഞാൻ വയ്ക്കുന്നത്. നീ ഫോർമുല RC 2 വർഷം, VD 3 വർഷം. AICC-ൽ അവർക്ക് കുറെ ഫോർമുല ഉണ്ട്. നിന്റെ ഫോർമുലയിൽ അവരെ മൊത്തത്തിലൊരു ഫോർമുലയിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ നീ നിന്റെ ഫോർമുലയാണ് ആദ്യത്തെ 2 വർഷം RC, അടുത്ത 3 വർഷം VD. അപ്പൊ അവൻ VD പക്ഷം അടുത്ത VD അല്ല RC. VD വർഷമാണെങ്കിൽ ഫുൾ 5 വർഷവും VDക്ക് ആയിരിക്കണം. അവിടെ അങ്ങനെ ഈ ഫോർമുലയൊക്കെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവർ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യേണ്ട സാധനമാണ്. ഇവര് എനിക്ക് തോന്നല്ല ഈ 3 പേരും കോംപ്രമൈസ്. അങ്ങനെ ഒരു സാധനം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം ഈ ടേമേ ഇപ്പോഴത്തെ മറ്റേ സോഷ്യൽ മീഡിയ ഓഡിറ്റ് ഒക്കെ വെച്ചിട്ടേ എന്ന് വെച്ചാൽ നല്ലൊരു പെർഫോമൻസ് ആണ് 3 വർഷമാണ്, 2 വർഷം അല്ലെങ്കിൽ 2 വർഷം നല്ല മുഖ്യമന്ത്രി നല്ല പെർഫോമൻസ് ആണെങ്കിലേ ആ ടൈം കഴിഞ്ഞിട്ട് പറഞ്ഞ ആൾക്ക് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ അതൊരു എക്സ്ട്രാ ഒരു ബാഗേജ് കാഴ്ചവെക്കണ മാത്രമല്ല, നല്ലോണം ഭരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ മാറാനും സമ്മതിക്കില്ല. മന്ത്രിസ്ഥാനത്തിനൊക്കെ ആണെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ വരുമായിരിക്കും. മറ്റേ ആന്റണി രാജു, മറ്റേ രവീന്ദ്രൻ, ഗണേഷ് കുമാർ, ആന്റണി രാജു, ഗണേഷ് കുമാർ, അവർ രണ്ടുപേരാണ് മാറിയത്. അല്ല മുമ്പത്തെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. അത് വേറെ ആന്റണി രാജു അല്ല, അത് വേറെ നമ്മളുടെ റിസോർട്ട് ഉണ്ടായിരുന്ന പുള്ളിയും അതാണ്. അത് പോട്ടെ. അപ്പം അല്ല അപ്പം ആ ഫോമുല വർക്ക് ആവണമെങ്കിൽ അവർ രണ്ടും സഹകരിക്കണ്ടേ? എനിക്ക് തോന്നുന്നില്ല ആ 3 പേർക്ക് സഹകരണം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരണം. പക്ഷെ ഇതില് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആദ്യം അവൻ എല്ലാരും ഫോട്ടോ ഇപ്പൊ എനിക്ക് VD സതീശനാണെന്നാണ് തോന്നുന്നത്. കാര്യം അങ്ങേരാണ് അത്രയും കോൺഫിഡൻസ് ആയിട്ട് നിന്ന് ഒരു 100 സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് തള്ളി വിട്ടൊക്കെ. അതങ്ങനെ ഇത്രയും കാലം കണ്ടവരിത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതി നിന്നിട്ട് ഇങ്ങനെ അവസാനമായപ്പോ പുള്ളി അറിഞ്ഞ് 100 സീറ്റ് കിട്ടും, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകും. അത്രയും കോൺഫിഡൻസ് ഇല്ലേ? അതിപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എന്തെല്ലാം പറഞ്ഞു 100 സീറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലോ 100 വേണ്ട പോട്ടെ 98 കിട്ടുകയാണെങ്കിൽ ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അല്ല ഇപ്പൊ തിരിച്ചു വന്ന മറ്റേ എന്തോ ഇത് മാറ്റിയില്ലേ, വന്ന് തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും മറ്റേ ഇന്ന് ചോദിക്കും അതൊക്കെ എന്തെല്ലാം പറയും, അതൊക്കെ എന്തെല്ലാം. പിന്നെ നമ്മുടെ അൻവർ തോറ്റു കഴിഞ്ഞ ഇത് മുഹമ്മദ് റിയാസ് തോറ്റു കഴിഞ്ഞാൽ റിയാസ് ജയിച്ചാൽ PV അൻവർ തോറ്റു കഴിഞ്ഞാൽ മൊട്ടയടിക്കും എന്നാണ് പറഞ്ഞത്. അത് തന്നെ ഞാൻ തിരിച്ച് അപ്പോഴേക്ക് മൊട്ടയടിച്ച് കമ്മല് ഇടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് മറ്റേ റിയാസ് അത് ഏറ്റെടുക്കാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പുള്ളി അങ്ങനെ പറഞ്ഞു, റിയാസ് ഏറ്റെടുക്കാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല ഇതിനിടയിൽ കുറെ പേര് പന്തായം വെച്ച് അതൊക്കെ എന്തോ പിന്നെ പശുവിനെ കൊടുത്തെന്നുള്ളൊരു കഥ ഇത് കേട്ട് ഒരു 100 കൊടുത്ത ഒരു പശുവിനെ കൊടുത്തു. എന്റെ അഭിപ്രായത്തില് ഇപ്പൊ VD സതീശന്റെ ഇതിലാണെങ്കിൽ അങ്ങേര് രമേശ് ചെന്നിത്തലയുടെ ഇത് പറയുകയാണെങ്കിൽ അങ്ങേര് പറയണ നിനക്ക് ആരാവണം, നീ ഇതൊന്നും പറയണ്ട, നീ ഇതാണ് നിനക്ക് ആരാവണം, നിന്റെ അടുത്ത് വീഡിയോ RCO KCO എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയണത് VD സതീശനാവണമെന്ന്. VD സതീശനാവണമെന്ന് ഞാൻ പറയും. കാര്യം അല്ല ഞാൻ ഈ VD സതീശന്റെ ഒരു റോമൻ കാത്തലിക് മറ്റേ VD സതീശൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പം ഭരണപരിചയമൊന്നും ഇല്ല, നേരത്തെ ഒരു മിനിസ്ട്രിയിൽ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല. പക്ഷെ പുള്ളി പറയണേ ഇപ്പൊ നരേന്ദ്രമോദിയുടെ കാര്യം എടുക്കണമെങ്കിൽ പുള്ളി
MLA ആയിട്ട് ജയിച്ച ഉടനെ ചീഫ് മിനിസ്റ്ററാണ് ആയത്. 3 ടേം ഭരിച്ചു, പിന്നെ അവിടെ പ്രൈം മിനിസ്റ്ററായി, അങ്ങനെ പോയി. പുള്ളിയാണ് അങ്ങനെ ഒരു ഭരണപരിചയം ആവശ്യമില്ലല്ലോ. അവരൊക്കെ മോഡിയെ കമ്പയർ ചെയ്തു സാധാരണ അംഗീകരിക്കാൻ പാടൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇതിന്റെ ആവശ്യം വരുമ്പോ എല്ലാവരും അംഗീകരിക്കണമല്ലോ. അപ്പൊ രമേശ് ചെന്നിത്തല പറയണ സീനിയോറിറ്റി നോക്കണം, പിന്നെ ഭരണത്തിന്റെ ഇത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി 2011 മാറി കൊടുത്തിട്ടുണ്ട്. ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പിന്റെ ഒരു പരിപാടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാട്ടി സീനിയറുമാണ്, പിന്നെ ആഭ്യന്തരം കൈകാര്യം ഭരണം ഉണ്ട്, പരിചയമുണ്ട്. അപ്പൊ അതാണ് കുറച്ചും കൂടെ ഒരു മൃദുസമീപനവും യുവമാരെല്ലാം മേച്ചോണ്ട് പോകാനുള്ള ഒരു പഴയ ലൈനാണ്. പിന്നെ നമ്മളുമായിട്ടും ചെറിയൊരു വ്യക്തിബന്ധമുണ്ട്. നമ്മളുമായിട്ട് വ്യക്തിബന്ധം. അങ്ങനെയാണെങ്കിൽ സോറി, ഞാൻ മറന്നിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ നമ്മളോട് മുംബൈയിൽ പോയപ്പം നമ്മള് ഒരു അരമണിക്കൂർ സംസാരിച്ചായിരുന്നു. കേരള രാഷ്ട്രീയത്തെ അരമണിക്കൂറിന് 1/2 മിനിറ്റ്. പക്ഷെ പുള്ളി ഭയങ്കര സ്വീറ്റ് മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് കാര്യം പറഞ്ഞു. ഇങ്ങനെ എവിടെ പോണേ? മുംബൈയില് പരിപാടി. നമ്മളെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വീറ്റ് മനുഷ്യനാണ്. പക്ഷെ ഈ VD സതീശൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ പുള്ളി ആക്കിയില്ലെങ്കിൽ പുള്ളി തിരിച്ച് വലിക്കാനും സാധ്യത ഉള്ളതാണ്. പുള്ളി ഒരു 2-edged sword-ആണ്. അതൊക്കെ പറഞ്ഞാലും പുള്ളി ഭയങ്കര കണ്ണിങ്ങുമാണ്. ഇത്തിരി ദേഷ്യവും കൂടെ ഉള്ള മനുഷ്യനാണ്. കുറച്ച് അഗ്രസീവ് ആണ്. അത് എപ്പോഴും കാണിച്ചില്ലെങ്കിലും പകപോക്കലും ഉണ്ട്. അത് സമയത്ത് തന്നെ കൊടുക്കും. അത് നമ്മൾ നേരത്തെ സംസാരിച്ച സാധനം. അതായത് മറ്റേ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് മൈക്കെല്ലാം കൂടി ഇങ്ങനെ പുള്ളിയുടെ ഫ്രണ്ട് ഇരിക്കും. അപ്പോഴത്തേക്ക് സുധാകരൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അതെന്താ ഏർപ്പാട്, പാർട്ടിയുടെ ആളല്ലേ സംസാരിക്കേണ്ടത്, ഇങ്ങോട്ട് ചോദിക്കും. അപ്പം ഒരു പിടിയിൽ എഴുതിട്ട് ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് സുധാകരൻ പറയും അവിടെ പറയും. അതൊന്നും ആരും ലൈവിലൊന്നും അത് ചെയ്യൂല. പുള്ളി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉള്ളതുപോലെ നമുക്ക് കണ്ടപ്പോ തോന്നിയിട്ടുണ്ട്. സുധാകരനും അതൊന്ന് കാണിച്ച് സുധാകരൻ്റെ അടുത്ത് ചോദിക്കുക എന്താണെന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കണത്. എനിക്ക് അതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷ് സംസാരിച്ചത്. അതൊരു നാഷണൽ മീഡിയയുടെ അടുത്ത് പറയും പുള്ളി. പിന്നെ ഈ സുധാകരനും ഇവരൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര ഒരു പ്രശ്നമുണ്ട് പുള്ളിക്ക്. മറ്റേ KC ആയിട്ടും പ്രശ്നമുണ്ടെന്നാണ് പൊതുവെ. KC വേണുഗോപാൽ പണ്ട് ഈ മന്ത്രിസഭയിൽ സമ്മതിക്കാതിരുന്നതും KC വേണുഗോപാലാണെന്ന് പറയുന്നു. ഉറപ്പില്ല. ഇപ്പം കുറെ ന്യൂസിനൊക്കെ ഇപ്പൊ എന്തുവാണല്ലോ അടിച്ചിടാലോ. അതാണല്ലോ ഇപ്പം സൗകര്യം. എന്തായാലും വ്യൂവർഷിപ്പ് കൂടുതല. സത്യം. എനിക്ക് തോന്നുന്നു VD തന്നെ ആവും. ആഗ്രഹം RC ആവാനാണ്. പക്ഷെ എനിക്ക് VDക്കാണ് ചാൻസ്. കാര്യം ഈ ഘടകകക്ഷികൾ അവരും കൂടെ നോക്കണമല്ലോ. അവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യണ VD സതീശനെയാണ്. പക്ഷെ ഘടകകക്ഷികൾ മാത്രമല്ലടാ, കോർ MLA മാരെയും നോക്കും. കോർ MLA മാര് അവര് RC വേണുഗോപാലിനെയാണ്. സപ്പോർട്ട് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം KCക്ക് VD ആവരുത്, അങ്ങേരായില്ലെങ്കിൽ VD ആവരുത്, VDക്ക് അങ്ങേരായില്ലെങ്കിൽ KC ആവരുത്. അപ്പൊ ഇതിന്റെ നടുക്ക് നിന്നിട്ട് ചെന്നിത്തല കേറോ RC കേറോ? എനിക്ക് പറഞ്ഞ ചിലപ്പോ തിരുവഞ്ചൂരാണ്. എനിക്ക് തോന്നണം അങ്ങനെയാണ്. കാര്യം എല്ലാവർക്കും ഒരു അക്സെപ്റ്റബിൾ. എന്റെ ഒരു ഇതിൽ ചിലപ്പോ കുഞ്ഞാലിക്കുട്ടി കൊടുക്കാനേ ഞാൻ പറയും. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയിക്കോട്ടെ, എന്നിട്ട് അവർക്ക് 4 മന്ത്രി സ്ട്രോങ് ആണ്. അവര് വിചാരിച്ച ഇത്തവണ നമ്മള് ആയിരിക്കും മന്ത്രിസഭയായിരുന്നു. പക്ഷെ അവര് റെലവൻസി കുറഞ്ഞ അവരുടെ. അല്ല, അവര് 102 അവര് പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല, ആ ഒരു ഫിഗർ 75 ആ ഒരു ചെറിയ ഇതിന് അവരുടെ 75 ആണെങ്കിൽ മുസ്ലിം ലീഗിന് ഭയങ്കര നല്ല പവറായിരിക്കും. പക്ഷെ ഇത് നടന്നില്ല. ഇത്തവണ അത് നടക്കൂല. പിന്നെ ശക്തനും പറഞ്ഞായിരുന്നല്ലോ. ശക്തന്റെ ജന ചോദിക്കും, നിങ്ങൾ എന്റെ പേര് പറയാത്തത്, എന്റെ പേര് പറയൂ, ഞാൻ സീനിയർ അല്ലേ. എന്തായാലും ഒരു എന്റർടൈൻമെന്റ് സാധനമാണ് ഇനി നടക്കാൻ പോകുന്നത്. നല്ല വിഷയങ്ങളും ഇത്തിരി അടിയായിരിക്കും. എന്തായാലും ഒരു പൊട്ടിത്തെറിയാണ്. ഇപ്പം ആരും മുഖ്യമന്ത്രി ആയാലും ഈ പിടിച്ചു താഴ്ത്താൻ ആൾക്കാരുണ്ടാവും എന്നുള്ളതൊരു
പക്ഷെ വി ഡി സതീശൻ CPM എനിക്ക് 35 ഇതിലായാലും ബുദ്ധിമുട്ടുണ്ട്. അകത്ത് തന്നെ വല്ലവരും കാണും. അല്ല അതില് പ്രതിപക്ഷ നേതാവ് ആരാണ്? പ്രതിപക്ഷ നേതാവ് ആയിട്ട് എടാ അതില് ഇപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിരുന്നല്ലോ പണ്ട്. അത് കഴിഞ്ഞിട്ട് വി ഡി സതീശൻ ആക്കിയതും ആ ഒരു പിന്തുണ പിൻവലിച്ചിട്ടല്ലേ ഇവരോടെ നിന്നത്. രമേശ് ചെന്നിത്തല ആവാൻ വേണ്ടി തന്നെ ഇരുന്നത്, പക്ഷെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോഴങ്ങനെ ഒരു ഇപ്പം ഒരാൾ മന്ത്രിയായാലും ബാക്കിയുള്ളവർ പിണങ്ങും എന്തായാലും. പിണങ്ങുമ്പോ ആ ഒരു പിന്തുണ എന്തായാലും പോകൂലേ. എന്തായാലും പ്രശ്നം തന്നെ. അതല്ലേ പറഞ്ഞോളൂ. അത് എനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അതെ കാര്യം ഞാൻ പറയാം എന്താ പ്രശ്നം വേണം മുഖ്യമന്ത്രി രാജിവെക്കുക. CPM-ലേക്ക് വരാം. CPM ഇങ്ങനെയൊന്നുമില്ല. ഒരാള് പറയും പാർട്ടി ഐക്യകണ്ഠേന. നിങ്ങൾ ആരാണ് ഉദ്ദേശിക്കുന്നത്? ബാലഗോപാലൻ. ഇപ്പൊ ജയിച്ചിരുന്നെങ്കിൽ പി രാജീവോ അല്ലെങ്കിൽ MP രാജേഷോ ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവർ ജയിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ബാലഗോപാലായിരിക്കും സാധ്യത. ഒരു 65 സീറ്റെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോ റിയാസും ചിലപ്പോ കയറി വന്നു, രാജീവോ അല്ലെങ്കിൽ റിയാസോ ആരെങ്കിലും. പക്ഷെ ഇതെനിക്ക് തോന്നുന്നില്ല. ഇപ്പം അവരുടെ ഒരു ഇത് ശക്തി ക്ഷയിച്ചു. പുതിയൊരു നേതൃത്വം ഇനി കയറി വരണം. അവർക്കും അതാണ് നല്ലത്. പാർട്ടി സെക്രട്ടറി ഒക്കെ മാറാൻ സാധ്യത ഉണ്ട്. മൊത്തത്തില് ഒരു അഴിച്ചുപണി നടന്നിട്ട് അവര് ഒരു ആത്മപരിശോധന നടത്തി എവിടെയാണ് തെറ്റുപറ്റിയെന്നൊക്കെ വച്ചിട്ട് കുറച്ചും കൂടി ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു ഈ 5 വർഷം. അവർക്കിടയിലുള്ള ആൾക്കാർ, ഈ സഖാക്കൾ, അവർക്കിടയിൽ തന്നെ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ട ആവശ്യമുണ്ട്. കാര്യം ഇപ്പം മറ്റേ 3 പേര് മറ്റേ ഗോവിന്ദ മാസ്റ്റർ, മറ്റേ നമ്മുടെ ഇവിടുത്തെ ഗോവിന്ദ മാസ്റ്റർ കോടിയേരിയുടെ വീട്ടിലും പോയിരുന്നു, ഫോട്ടോ ഒക്കെ കൊടുത്തു. പിന്നെ കുഞ്ഞികൃഷ്ണൻ. അപ്പൊ അങ്ങനെയുള്ള റിബൽസ് ഒക്കെ ജയിച്ചില്ലേ. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം, അതൊക്കെ ചെയ്യണം. കുറച്ച് അന്വേഷണം നടത്തണം. അന്വേഷിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. ആ ചേഞ്ചസ് വരുത്താം. കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു മതിലുണ്ട്. പുള്ളി ഇറങ്ങണം ഗേറ്റ് തുറക്കുമ്പോ ഒരു വലിയ മതില്. ആ മതിലില് CPM-ന്റെ ഇതിന്റെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വലിയ പോസ്റ്റർ കൊണ്ട് വെച്ചു. കണ്ടത് അത് കാണിക്കും. മറ്റേ ഈ ഗോവിന്ദ മാസ്റ്ററൊക്കെ ഇലക്ഷന് വോട്ടിടാൻ പോയപ്പോ കൂവിക്കൊണ്ടൊക്കെ ആൾക്കാര് പുള്ളിയുടെ മറ്റേ പോളിംഗ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ കൂവിക്കൊണ്ട ഇത് ചെയ്തു. എന്നിട്ട് അങ്ങനെ വൈഫാണ് വലിച്ചോണ്ട് പോണം, തിരിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട്. പാർട്ടിയുടെ ഫ്രണ്ട് ലൈനിലെ ലീഡറാണ്. ഇപ്പം പിണറായിയൊക്കെ പോലെ തന്നെ അതുപോലത്തെ ഒരു ലീഡറാണ് കോടിയേരിയൊക്കെ പോലെ. ഇപ്പൊ പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ല, എന്നിട്ട് പുള്ളിയെ ചെറ്റത്തരം പറയും. രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറയും. എന്നിട്ട് പുള്ളി ജയിച്ചു കയറും. പുള്ളി അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അതും കോൺഗ്രസിലൊക്കെ നിന്നിട്ട്. സാധാരണ അവരങ്ങനെ ഈ ഫ്രണ്ട്ലി ലീഡേഴ്സ് ഒന്നും അങ്ങനെ മാറണതല്ല. പക്ഷെ എന്നിട്ടും ഇപ്പൊ പാർട്ടിക്കകത്ത് മൊത്തത്തിലൊരു അഴിച്ചുപണിയുണ്ട്. പിന്നെ എൻ്റെ ഇതില് ഈ ഒരു 10 വർഷത്തെ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പം ആൾക്കാരുമായിട്ട് ഒരു PRO ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വളരെ മോശമായിരുന്നു. അതുകൊണ്ടാണ് PR കിട്ടില്ലായിരുന്നു. പബ്ലിക് റിലേഷൻ ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതില് ഒത്തിരി മോശമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഗവേണൻസിന്റെ കാര്യത്തില് നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് ഈ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വെച്ച് നോക്കി അവർ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ അല്ലെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മാറി വരണമെന്ന് പറഞ്ഞാലും ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് ബെസ്റ്റ് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് തന്നെ വീണ്ടും മാറുന്നതാണ് ബെസ്റ്റ്. കാര്യം പോളിസി ചേഞ്ചസും സാധനമൊന്നും പെട്ടെന്ന് മാറില്ല. ഈവൻ ബിസിനസ്സുകാർക്കും അതാണ് താല്പര്യം. വികസനത്തിന് ബെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഭയങ്കര യൂണിവേഴ്സിറ്റി പോകണമെന്നല്ല, ആണ്. പക്ഷെ ചില ലീഡേഴ്സിന് അവർക്ക് ഈ ഒരു ഇപ്പൊ എല്ലാരും മിക്കവരും പറയണമെന്ന് വെച്ചാൽ പിണറായി വിജയന് ഒരു ഈ വലിയ ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പബ്ലിക്കുമായിട്ടുള്ള ഒരു റിലേഷൻ ഭയങ്കര എന്താ അക്സെപ്റ്റ്, ഭയങ്കര ആൾക്കാരുടെ അപ്രോച്ചബിൾ ജനസമ്പർക്കം. പുള്ളിക്ക് വേണമെങ്കിൽ ഇപ്പം വീടിക്കോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പെട്ടെന്ന്. പുള്ളി ഒഫൻഡഡ് ഒന്നും ആവൂല ആര് വന്നാലും. പക്ഷെ പിണറായിക്ക് അങ്ങനെ ആ ഒരു സാധനമല്ല. പുള്ളി കുറച്ചും കൂടി അഗ്രസീവ് ആണ്. അങ്ങനെ
അഗ്രസീവ് ആണ്. പക്ഷെ അതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഇമേജ്, അങ്ങനത്തെ ഒരു സാധനമാണ്. ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു വിരുദ്ധത ഉണ്ട്. പിണറായിയോടെ ഒരു എന്തോ ഒരു വെറുപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. ലൈക്കബിലിറ്റി കുറവാണ്. ഇത്തവണ സ്റ്റഡിയിലും അതാണ് പറയുന്നത്, പാർട്ടിയേക്കാൾ കൂടുതൽ വന്നത് പിണറായി വിരുദ്ധതയാന്നുള്ളൊരു സാധനം മൊത്തത്തിൽ അല്ല, പിണറായി വിരുദ്ധത ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും പേര് തോക്കണം. അല്ലെങ്കിൽ ഇപ്പം മന്ത്രിമാരിൽ അങ്ങനെ തോക്കേണ്ട ആളൊന്നുമല്ല. ഇപ്പൊ 19 മന്ത്രിമാരിൽ 13 അത് CPI മരിച്ചതല്ല, തോറ്റതാണ് ഉദ്ദേശിച്ചത്. ഗെയിമിൽ ചത്തുപോയി, അതേപോലെ അല്ല. പക്ഷെ ഈ CPIM ഇതാണ് പോയത്. പക്ഷെ CPIയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4 പേരിൽ 3 പേര് ജയിച്ചു, ഒരാൾ മാത്രമേ തോറ്റിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഈ CPIM വിരുദ്ധത ഈ പിണറായി വിജയനാണല്ലോ CPIM മുഖമുദ്ര. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മിക്കവാറും ഫ്ലെക്സിൽ മിക്കപ്പോഴും LDF അല്ലാതെ ആരുണ്ടെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഫോട്ടോ തന്നെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിരുദ്ധത എല്ലാവർക്കും വന്നു. പുള്ളിയുടെ ഈ പ്രൊജക്ഷൻ ഒരുപാട് പുള്ളിയെ കൂടുതലായിട്ട് പ്രൊജക്ട് ചെയ്ത് പോയത്. അതിലൊരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ശൈലജ ടീച്ചറെ ഭയങ്കരമായിട്ട് സൈഡ് ലൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് ഒരു അവാർഡിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് മറ്റേ കോവിഡ് സമയത്ത് നന്നായിട്ട് ചെയ്തതിന് ഒരു അവാർഡ് കിട്ടാൻ നേരത്ത് അത് സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാർട്ടിയിൽ ഈ വ്യക്തികളുടെ ഒരു സാധനം, വ്യക്തികൾ പാർട്ടിയേക്കാൾ വളരെ ഒരു സാധനം ഉണ്ടായിട്ട് പുള്ളിക്കാരുടെ അത് വാങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം പിണറായി മൾട്ടിപ്പിൾ അവാർഡ്സ് പോയി വാങ്ങിയിട്ടുകൊണ്ട് ആ ഒരു വ്യക്തി എന്നുള്ള സാധനം ലീഡർ ആരുണ്ടെന്നുള്ള സാധനവും അതും തോൽവിക്ക് ഇതായി കാണും. കാരണം ശൈലജ ടീച്ചർ ഒരുപാട് പേര് ശൈലജ ടീച്ചർ 2016 തൊട്ട് 2021 വരെ നല്ലൊരു ഇമേജും നല്ലൊരു ഫേസും ആയിരുന്നു. പെട്ടെന്ന് വന്നിട്ട് രണ്ടാം ടൈം ആയപ്പോഴ് പുള്ളിക്കാരിക്ക് മന്ത്രിസഭയിൽ ഒരു അംഗത്വം കൊടുക്കാനുള്ളതായിരുന്നു, ഒരു ഫേസ് ആക്കായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ നന്നായിട്ട് ശോഭിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മാറ്റിയിട്ട് വീണ ജോർജിന് കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ ജോർജിന് പക്ഷെ ആ ഒരു ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല. തോമസ് ഐസക്കും മാറി, അങ്ങനെ കുറെ ആൾക്കാരെ മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഫസ്റ്റ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കുറെ ഇച്ചിരി കൂടെ നല്ല അതിനു മുമ്പ് നമ്മുടെ VS അച്യുതാനന്ദ മന്ത്രിസഭയിലും തോമസ് ഐസക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ശൈലജ ടീച്ചർ ഇതിലാണ് വന്നത്. പക്ഷെ നല്ല ഫേസും നല്ല ഇതായിട്ട് ഇരുന്നിട്ട് അവരെ ഒരു മന്ത്രിസഭയിൽ MLA ജയിച്ചിട്ട് പോലും അവരെ മന്ത്രിസഭയിൽ എടുക്കാത്തത് ഭയങ്കര ആ സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് എന്റെ ഒരു ഇതില് കൊറേയൊക്കെ നല്ല പെർഫോമൻസ് ആദ്യത്തെ ടൈമിൽ കാഴ്ച വെച്ചവർക്ക് വീണ്ടും അവസരം കൊടുക്കണം. ഇത് മറ്റേ അവസരങ്ങൾ കൊടുക്കുക, ഇത് മറ്റേ നമ്മള് ക്രിക്കറ്റ് ടർഫിൽ കളിക്കണ പോലെ അല്ലല്ലോ. ആരാണ് ബെസ്റ്റ് അവർക്ക് കൊടുക്കണം. ഇതിന്റെ ഇമ്പാക്ട് വലുതല്ലേ. ആൾക്കാരെ വീണ ജോർജ് എനിക്ക് തോന്നിയില്ല ആ ഒരു ഇമ്പാക്ട് വീണ ജോർജിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അല്ല, ഇവര് കോവിഡ് ഭയങ്കര കിടിലായിട്ട് മാനേജ് ചെയ്തടാ. അപ്പം എനിക്ക് കോവിഡ് സമയത്ത് തന്നെ പുള്ളിക്കാരിക്ക് ഒരു സ്വീകാര്യത കൂടി വന്നപ്പോ തന്നെ അത് മാറ്റിയിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നിയത് കോവിഡിനെക്കാട്ടി നിപ്പയല്ലേ ഫാറ്റാലിറ്റി കൂടുതൽ. അതിനാണ് കുറച്ച് അപ്രിസിയേഷൻ നല്ല ഇതായുള്ള നിപ്പയുടെ ഇത് എന്ന് വെച്ചാൽ മരിച്ചു പോകില്ലേ ആൾക്കാർ, പെട്ടെന്ന് മരിച്ചു പോകില്ലേ, അത് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഇതായി. പിന്നെ കോവിഡ്, പിന്നെ ഒരു ഫേസ് ആയിട്ട് പെട്ടെന്നൊരു ഇത് മന്ത്രിസഭയിൽ എല്ലാരും ജയിച്ചിട്ട് പുള്ളിക്ക് അല്ലെങ്കിൽ വേറൊരു വകുപ്പ് കൊടുക്കായിരുന്നു. അല്ല, പിന്നെ ഈ നിപ്പയുടെ ഒരു കാര്യം ഓർക്കുമ്പോ നിപ്പ എയർബോൺ അല്ല, എയർബോൺ ആണ് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യാൻ. അതും നിപ്പയെ ഒരു ഫാക്ടറാണ്, വലിയൊരു ഇതായിരുന്നു, അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായിരുന്നു തോന്നി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്തവണ പുള്ളിക്കാരിക്ക് ആദ്യം സീറ്റിന്റെ കാര്യമൊക്കെ ഇത്തിരി പുകമറയായിരുന്നു. എന്നിട്ട് കൊടുത്തത് തന്നെ ഒരു ചാൻസ് കുറഞ്ഞൊരു സ്ഥലത്താണ് പുള്ളിക്കാരി കൊടുത്തത്. അതിലൊരു സൈഡ് ലൈൻ ചെയ്യാൻ ഉള്ളൊരിതുപോലെ തോന്നി. കാര്യം പുള്ളിക്കാരി ആയിരുന്നു നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും ജനസമ്മതി ഉള്ള ഒരു. 2021 പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ജനസമ്മതിയായിരുന്നു. അന്നത്തെ ഒരു വനിതാ ചീഫ് മിനിസ്റ്റർ എന്നുള്ളൊരു പൊസിഷൻ പുള്ളിക്കാരിക്ക് കിട്ടും എന്നാ വിചാരിച്ചോണ്ടിരുന്നത്. അതെ, പുള്ളിക്കാരി ജയിക്കണ ഒരു ഇതിൽ വെച്ചിരുന്നെങ്കിലേ, ജയിക്കണ ഒരു ചാൻസ് ഉള്ള മണ്ഡലത്തിൽ കൊടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരി ജയിച്ചിട്ട് പ്രതിപക്ഷ നേതാവായിരുന്നു, നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു, അടുത്ത ടൈമിൽ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു. അല്ല, എനിക്ക് ആ ഒരു സാധനം തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഇപ്പം CPM എന്നുള്ള ഒരു ആശയത്തില് ഇക്വാലിറ്റി എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിൽ പലപ്പോഴും ഈ സാധനങ്ങൾ ഈ കറക്റ്റ് സമയം വരുമ്പോഴത്തേക്ക് സൈഡ് ലൈൻ ആവും. പണ്ട് കേട്ടിട്ടുണ്ട് ഗൗരി അമ്മ ഇതുപോലെ നെക്സ്റ്റ് മുഖ്യമന്ത്രി ആവാൻ കറക്റ്റ് ആയിരുന്നതാണ്. പക്ഷെ പുള്ളിക്കാരി ഇതുപോലെ സൈഡ് ലൈൻ ചെയ്തതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാര്യം നമ്മളെ കോളേജ് സ്കൂളിൽ പണ്ട് വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. എന്തോ ഒരു തറക്കല്ലിടാനൊക്കെ പുള്ളിക്കാരി.
ഭയങ്കര ഇമേജ് ഉള്ള ഒരു ആളായിരുന്നു. അവര് ഇതേപോലെ correct സമയമായപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു VSS എല്ലാരും ഒരുമിച്ച് ചെയ്യുന്നു. ബാക്കി അതിൽ ഉടക്കമുള്ളവർ അത്രയും എല്ലാരും ഒരുമിച്ച് നിന്നാണ് പുള്ളിക്കാരി സൈഡ് ലൈൻ ചെയ്ത് പുള്ളിക്കാരി കോൺഗ്രസിലോട്ട് പോയി. നല്ലൊരു ഇതായിരുന്നു. അല്ല ഇതിൽ പക്ഷെ യവൻ പറഞ്ഞത് കറക്റ്റ് ആണ്. വെച്ചാൽ പിണറായിക്ക് ഈ ഒരു സാധനം കുറെ ഇടത്ത് ഇതായിട്ട് വന്നിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഭയങ്കര കൺട്രോളാണ്. ഇപ്പൊ മോഡിയുടെ ഒരു സെയിം സാധനം തന്നെയാണ്. ഞാൻ അതാ പറഞ്ഞു, ഇപ്പൊ പുള്ളിയും മോഡിനെ ഇപ്പൊ BJP ഗവൺമെന്റിന്റെ മോഡിയിലെയും പുള്ളിനെയും വെച്ച് നോക്കുവാണെങ്കിൽ ഏതാണ്ട് ഒരു സ്ഥിരം അല്ലെ സെയിം ശൈലിയാണ്. ഇപ്പൊ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാരല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. പവർഫുൾ ആണ്. ബാക്കി എല്ലാവരെയും മുകളിൽ കാര്യങ്ങൾ നടത്താനും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഡെമോക്രാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഡെമോക്രാറ്റിക് അല്ല. പക്ഷെ ഈ നരേന്ദ്രമോദിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് കുറച്ചുകൂടി ഈ PR കോൺഷ്യസ് ആണ്. പുള്ളിക്ക് അറിയാം എങ്ങനെയാണ്. പുള്ളി മറ്റേ വെസ്റ്റ് ബംഗാളിൽ പോയി അത് കൃത്യമായിട്ട് ചെയ്യാറിയാം. പുള്ളി മറ്റേ തമിഴ്നാട് ഇലക്ഷന് പോയി മേക്കപ്പ് ഇട്ട് സംസാരിക്കുന്നതും പിന്നെ കമ്മ്യൂണിക്കേഷനും നല്ല കഴിവുള്ള ഒരാളാണ് ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ. പിണറായി വിജയൻ അത്ര ഒരു ഒറേറ്റർ ആണെന്ന് എനിക്ക് തോന്നില്ല. പണ്ട് ഒറേറ്റർ ആയിരുന്നാണ്, ഇപ്പോഴങ്ങനെ ഒരു നല്ല ഒറേറ്റർ ആണെന്ന് എനിക്ക് തോന്നി. പുള്ളിക്ക് പെർഫോം ചെയ്യാൻ അറിയാം മോഡിക്ക്. കാര്യം ശ്രദ്ധിച്ചാൽ മതി, കൊച്ചു പിള്ളേരൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ ചെന്ന് വാർത്താ സമ്മേളനത്തിനേക്ക് മോഡി അങ്ങനെ ഫേസ് ചെയ്യാറില്ല. ആ സാധനം ചെയ്യാറില്ല. ക്വസ്റ്റ്യൻസ് അല്ല, പബ്ലിക് അപ്പിയറൻസ്. ഇപ്പൊ ഈ റീലിലൊക്കെ ക്വസ്റ്റ്യൻസും ആൻസറും അല്ലല്ലോ വരണത്. കൂടുതൽ ഇങ്ങനെ കൊച്ചിനുകളുടെ പിള്ളേരെ എടുക്കുന്നു, കളിപ്പിക്കുന്നു, ഇത് ചെയ്യുന്നു. ഇതല്ലേ എല്ലാത്തിലും പറഞ്ഞു. നരേന്ദ്രമോദി ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ പുള്ളി പോവാറില്ല. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്താലും പുള്ളി മാങ്ങ ഇഷ്ടമാണോ, മാങ്ങ കടിച്ചിനോ മുറിച്ചിനോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അത് വേറെ, അത് കൃത്യമായിട്ട് അത് അറിയാം. അങ്ങനെ ആ ഒരു സ്വീറ്റ് ഫേസ് പുള്ളി എപ്പോഴും ഇങ്ങനെ പുറത്ത് വന്നു. പബ്ലിക്കിനൊരു സാധനം വന്നിട്ടുണ്ട്, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ബട്ട് കേപ്പബിൾ. പുള്ളി മാറി. പിണറായി വിജയൻ അങ്ങനെ ഇല്ല. പിണറായി വിജയൻ ഇപ്പൊ ചില ആൾക്കാർ ചിലപ്പോൾ നല്ല മനുഷ്യരായിരിക്കും, പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ലൈക്കബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അത് കുറവായിരിക്കും. അതെന്താ അങ്ങനെ നമുക്ക് ലൈക്കബിൾ ആവണമെന്ന് പറയാം. ചിലവർക്ക് എന്തെങ്കിലും ഒന്നും ഇത് ഭയങ്കര ലൈക്കബിലിറ്റി ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ലൈക്കബിലിറ്റി എന്ന് വെച്ചാൽ ഇങ്ങനെ പറയണോണ്ടും പ്രസംഗിക്കണോണ്ടും കടക്ക് പുറത്ത് നിന്നൊക്കെ പറയണോണ്ടായിരിക്കാം ഒരു ജനങ്ങൾക്കൊരു ഒരു ഇതുണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്റെ ബന്ധുക്കൾക്ക് തന്നെ കണ്ടുകൂടാ. അല്ല പിണറായി വിജയനെ അപ്പോഴേ എനിക്കും അപ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇങ്ങനെ ഇടുന്ന ഇത്രയും ഹേറ്റ്, എന്തിനാണ് ഇത്രയും ഇതൊരു മോശം ഭരണകർത്താവ് മോശം ലീഡർ ആണെങ്കിൽ ശരി, പക്ഷെ അതല്ല ഒരു ഇഷ്ടമല്ല. അതാണ് അതിന്റെ ഒരു കാര്യം. അതെനിക്ക് എന്റെ ഒരു ഇതില് എന്റെ അഭിപ്രായത്തിൽ അത് ഇത്തിരി കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓവറാണോ അല്ല, അത് നാട്ടുകാര് പറയണതില് ഓവറാണോ ഓവറിന്റെ പറയാൻ പറ്റില്ല. എന്തായാലും ജനങ്ങൾക്കിടയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇലക്ഷന് ആ ഒരു റിസൾട്ട് വരും. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, ആ ഒരു ഗെയിമാണ്. പിന്നെ ഈ പാർട്ടിക്കാർക്കൊക്കെ കുറെ പേർക്ക് പുള്ളിയെ ഇഷ്ടമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് ഇതിനെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴാണ് പ്രശ്നം. പക്ഷെ ഒരു 5 വർഷം മുന്നേ വരെയൊക്കെ പുള്ളിയാണ് VS അച്യുതാനന്ദന്റെ ഒരു പ്രൈം എന്ന സമയത്തും മുഖ്യമന്ത്രിയുടെ സമയത്തും പുള്ളിയാണ് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കോർ പാർട്ടിക്കാർക്ക് ആ ഒരു സാധനമുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി അപ്പോഴും ഇപ്പോഴും ഈ പാർട്ടിയാണ് ദൈവം, പാർട്ടിയാണ് വലുത് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ആവശ്യം ഈ പുള്ളി ഒരു വലിയൊരു പൊസിഷനിൽ എത്തിയിട്ട് ആ ഒരു ഡെമോക്രാറ്റിക് അല്ലാണ്ടാവുക എന്ന് പറയുമ്പോഴാണ് അത് മാറണോട്. അതായത് പാർട്ടിയിൽ നിൽക്കുമ്പോൾ പ്രശ്നമല്ല, അത് വേണം, കാര്യം ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണം. പക്ഷേ ഒരു ഭരണകർത്താവ് നിലയിൽ വരുമ്പോഴത്തേക്കും പബ്ലിക്കിനിടയിലാണ് ഇത് ചെയ്യാനുള്ളത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. മോഡി പണ്ട് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര സംസാരമായിരുന്നു. പണ്ടത്തെ ഇന്റർവ്യൂ കേട്ടോ നോക്കിയാൽ മതി, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനുശേഷം വരുമ്പോഴത്തേക്ക് അങ്ങേരൊക്കെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. അല്ല പിണറായി വിജയനും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കുറച്ചൊന്ന് സ്വീറ്റ് ഒക്കെ ആയിട്ട് നിൽക്കാനൊക്കെ. പക്ഷെ എപ്പോഴും മറ്റേ ഇതിനല്ലേ ഇന്റർവ്യൂവിനൊക്കെ ഒരു കൊച്ച് ഫോട്ടോ എടുക്കാൻ വരുമ്പം, ഒരു പെങ്കൊച്ച് ഫോട്ടോ എടുക്കാൻ വരുമ്പോഴും ഉണ്ട്. കാശ് മാർക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഗവർണൻസിന്റെ ഇപ്പം തമിഴ്നാടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റാലിന്റെ കേസും ഇതേപോലെ തന്നെ സ്റ്റാലിനും കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. GDP-യുടെ അതിന്റെ ഇതൊക്കെ തമിഴ്നാട് കുറെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഫാക്ഷനാണ് അത് കൃത്യമായിട്ട് കിട്ടിയതെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ MK സ്റ്റാലിൻ തന്നെ തോറ്റുപോണ ആ ഒരു രീതി വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദയനിധി സ്റ്റാലിൻ ചിലപ്പോ ആയിരിക്കും, കാര്യം നെപ്പോയാണ്. പക്ഷെ MK സ്റ്റാലിൻ അങ്ങനെ MK സ്റ്റാലിൻ നെപ്പോ ആണ്.
അല്ല ചീഫ് മിനിസ്റ്റർ ഹി ഡൺ സംതിങ് ഫോർ തമിഴ്നാട്. അതെ, പ്രൂവ് ആണ്. അതുകൊണ്ടുള്ള പക്ഷേ കാര്യം പുള്ളിക്കെതിരെയും ഈ സെയിം ഹേറ്റ് ഉണ്ടോടാ. എനിക്ക് തമിഴ്നാട്ടിൽ 1-2 പേരെ അറിയാം. അപ്പൊ പുള്ളി എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും പറയും അവൻ വന്ന് ഫ്രോഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി ഇഷ്ടമല്ല, അത് വന്ന് നടിപ്പ് അങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെ അഭിനയമാണെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പുള്ളിക്കെതിരെ ഈ ഒരു സെയിം സാധനം ഉണ്ട്. പുള്ളിക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ നീ നേരത്തെ പറഞ്ഞൊരു സാധനം ഇപ്പോഴും ഉണ്ട്. മോഡിയെ പോലെ തന്നെ പുള്ളിക്കും ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുപോകാനുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ സ്ഥലം ഏറ്റെടുത്ത സംഭവങ്ങൾ കുറെ റോഡിനൊക്കെ അത് പുള്ളിയാണ്. എനിക്ക് പുള്ളി ആയതുകൊണ്ടാണ് ഇത്രയും സ്ഥലങ്ങൾ ഒരുമിച്ച് ഏറ്റെടുത്ത് കൊടുത്തത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത് ഭയങ്കര മെഗാ പ്രോജക്റ്റുകൾക്കെല്ലാം നല്ല വേറെ ഉണ്ട്. കോൺഗ്രസ് ഗവൺമെന്റിനും ഉണ്ട് പങ്ക് ഉണ്ട്. പക്ഷേ നമ്മളിപ്പം ഒരു 10 വർഷത്തിന് മുമ്പ് 2011 ഇനിഷ്യേഷൻ ഫേസ് അത് 2014 ഇലക്ഷന് തൊട്ട് മുമ്പ് എല്ലാ തറക്കല്ലും ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ട് അങ്ങനെ നിരത്തി പിടിച്ച് ഉദ്ഘാടനവും തറക്കല്ലുമായിരുന്നു. അവരാണ് തുടങ്ങിയെന്നുള്ള ഒരു ഇത് കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും. അപ്പൊ പറഞ്ഞു വന്നത് എന്തായിരുന്നു, നമ്മള് കോൺഗ്രസിന്റെ കേരള ഇലക്ഷന്റെ സാധനമാണ് പറഞ്ഞത്. ഇതിലൊരു ഇപ്പം ഇതേപോലെ നല്ലൊരു ഗവേണൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ആളെന്നൊക്കെ നോക്കുവാണെങ്കിൽ VD സതീശന്റെ ഇത് കണ്ടിട്ടില്ല. രണ്ട് ഫാക്ടർ ഉണ്ടടാ. അതായത് നീ പറഞ്ഞത് 3 പേർക്കും പറ്റൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു VD സതീശനാണെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവും കുറച്ചും കൂടി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും പുള്ളി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഇതാണ്. പക്ഷെ ചെന്നിത്തലയാണെങ്കിൽ കുറച്ചും കൂടി എല്ലാരെയും കൊണ്ടുപോകും. പക്ഷെ കുറച്ചൊരു ഇഴച്ചിലായിരിക്കും മേ ബി. ചെന്നിത്തല ആയിരിക്കും. പക്ഷെ ഇപ്പം പണ്ട് നമ്മളെ ഒരു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് ആക്ച്വലി ഒരു ഇതായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഫേസ് എപ്പോഴും കാണിക്കണ ഒരു അങ്ങനെ എപ്പോഴും കാണിക്കുള്ളൂ. പക്ഷെ പുള്ളി കേപ്പബിലിറ്റി ഉള്ള ഒരു ഇതാള് തന്നെയാണ്. കിടിലായിരുന്നു. പക്ഷെ അതും അന്നത്തെ ഒരു മീഡിയ അങ്ങനെ ആയിരുന്നു. പുള്ളിയല്ലേ ഗ്ലോബലൈസേഷൻ അന്നത്തെ മറ്റേ പെട്രോളിന്റെ ഹൈക്കും അന്ന് വളരെ കൂടിയിട്ട് പോലും അത്രയും കൂട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പിടിച്ചു നിർത്തി. പക്ഷെ അഴിമതിയിൽ ഭയങ്കരമായിട്ട് ആ ഒരു പ്രശ്നമുണ്ട്. അതായത് കൂടെയുള്ള മന്ത്രിമാരെ നിയന്ത്രിക്കാൻ അത് പിണറായിക്കുണ്ട്, മോഡിക്കുണ്ട്. ആരും ഡെയർ ചെയ്യൂല. പോലത്തെ ഒരു ക്യാപ്റ്റി രമേശ് ചെന്നിത്തലേക്ക് കാണാൻ വഴി കുറവാണ്. വഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിന് അത് ശരിയാണ്. അതോറിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ 3 മുഖ്യമന്ത്രിമാർ കാൻഡിഡേറ്റില് 3 CM കാൻഡിഡേറ്റിൽ ആർക്കായിരിക്കും ഇങ്ങനെ ഒരു ഗവർണൻസ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും 3 പേർക്കും നന്നായിട്ട് പബ്ലിക് റിലേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് ഉറപ്പാണ്. കുറച്ചും കൂടെ കൂളായിട്ട് തോന്നുന്നത് എനിക്ക് KCയുടെ കാര്യം അറിയില്ല, പക്ഷെ എനിക്ക് RC എന്നാണ് തോന്നുന്നത്. ചെയ്യണല്ല എല്ലാരെയും ഒന്ന് അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് കാര്യം നടക്കണം. ഇപ്പൊ അഗ്രസീവ് ആണ്, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, പുതിയ ചേഞ്ചസ് ആണെങ്കിൽ ഇങ്ങനെ VD കുറെ സാധനങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരാൻ എനിക്ക് ഉറപ്പാണ്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ അങ്ങനെ ഭയങ്കര വലിയ ചേഞ്ചസ് ഒന്നും കാണൂല. എല്ലാവരെയും ഹാപ്പി ആക്കി ഉള്ളൊരു സാധനം ഒരുക്കി രമേശ് ചെന്നിത്തലയുടെ അവിടെ ചിലപ്പോൾ പൊട്ടിത്തെറികൾ ചിലപ്പോൾ കുറച്ചുകൂടി ഇവർ ഇന്റേണലി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പൊട്ടിത്തെറികൾ ഇല്ലാതെ മന്ത്രിമാരെ എല്ലാം അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ വീഡിയോയിലാണെങ്കിൽ മന്ത്രിമാർക്ക് കുറച്ച് കൺട്രോള് പുള്ളി എക്സ്ട്രാ ആയിട്ട് ചെയ്യും. കുറച്ചുകൂടി കൺട്രോളിങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ ആണെങ്കിൽ. അപ്പം നല്ല കൃത്യമായ അഭിപ്രായം ഇല്ല. നാടിന് നല്ലത് ചിലപ്പം വീഡിയോ ആയിരിക്കും. നല്ലതെന്നല്ല ഞാൻ ചോദിച്ചാൽ. ഞാൻ പറഞ്ഞ ഇപ്പം ഒരു പ്രോജക്റ്റ് കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പം നമ്മള് ഇപ്പോഴത്തെ ഒരു VD സതീശൻ തന്നെ ആയിരിക്കും. ഒന്നീ നടക്കും, ഇല്ലെങ്കിൽ അത് ആദ്യമേ പൂട്ടും. RC നേരത്തെ കുറ്റം പറഞ്ഞു പറ്റും. അതല്ല ഇപ്പോഴത്തെ ഒരു ഇതില് നല്ലോണം ഭരിച്ചില്ലെങ്കിൽ പണി കിട്ടും. കാരണം സോഷ്യൽ മീഡിയ ഓഡിറ്റ് അവര് ഭരിച്ച 2011 തൊട്ട് 16 വരെ അത്രയ്ക്കൊരു ഇതില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം വാച്ച് ചെയ്യണത് ജനങ്ങൾ കൂടുതൽ വാച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ 10 വർഷം ഇരിക്കുകയാണ്. 10 വർഷം അതിന്റെ മുമ്പത്തെ വർഷം കമ്പയർ ചെയ്യുമ്പോഴേ ഈ 10 വർഷം അത്ര വലിയ എന്താന്ന് പറയണ്ട ഈ ഗവേണൻസിൽ അങ്ങനെ ഒരു ഭയങ്കര പൊട്ടിത്തെറിയാവോ അങ്ങനെയൊന്നുമില്ല. അവിടെയാണെങ്കിൽ സോളാർ ഉണ്ടായിരുന്നു, ബാർക്കോഴ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു.
ബട്ട് ഇതില് ഇപ്പോഴത്തെ ഇതില് കുറച്ചും കൂടെ ഇവർക്കാണ് പ്രഷർ കൂടുതൽ. കാരണം ഇത് നല്ലവണ്ണം പോയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഭയങ്കര പാടവുമാണ്. ആൾക്കാർ നല്ല വലിച്ചു കീറും. കാരണം സോഷ്യൽ മീഡിയ ആയിട്ട് ഓടിട്ട് പ്രശ്നങ്ങളുണ്ട്. സ്വർണ്ണക്കടത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവർക്ക് എന്നാലും അങ്ങനെ ഒരു മന്ത്രിമാരെ ആരോപണം കൊടുക്കാനോ ഒരു മന്ത്രി നല്ല രീതിയിൽ ഒരു പബ്ലിക് കേസ് കൊടുക്കാനോ ഒന്നും പ്രതിപക്ഷത്തിന് പറ്റിയിട്ടില്ല. പ്രതിപക്ഷത്തിന് പറ്റിയില്ല. പക്ഷെ സെയിം സാധനം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് സ്വർണ്ണക്കടത്ത് പോലത്തെ ഒരു സാധനം വന്നിരുന്നെങ്കിൽ ഇവിടെ സ്തബ്ധമായനെ. സ്തബ്ധം. ഈ 30 മതി, 30-35 MLA മതി, പക്ഷെ അവന്മാര് സ്തബ്ധമാക്കിയനെ. അത് കോൺഗ്രസിന് പറ്റിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെ തന്നെ ഈ ഇലക്ഷന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇവര് ഈ നമ്മുടെ എന്താണ് അവര് പിരിച്ച ഫണ്ട് മുക്കിയത്. ആ ഒരു വയനാട് പിരിച്ച ഫണ്ട് വീട് വെച്ചിട്ടില്ല, മുക്കിയത് പോലെയാണ്. പൈസ എവിടെയെന്നുള്ള സാധനം ഇല്ല, അറിഞ്ഞൂടാ. പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോ എല്ലാം വരും എന്നുള്ള സാധനമാണ് പറയുന്നത്. പക്ഷെ അതാണ് ഞാൻ ചോദിക്കുന്നത്, ആ സാധനത്തിന് ആ ക്വസ്റ്റ്യൻ ആ ഒരു സംഭവമൊക്കെ ഇപ്പൊ എവിടെ പോയി? ശരിയാണ്, അതൊക്കെ മുങ്ങിപ്പോയില്ലേ? അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ പ്രോപ്പറായിട്ട് ഈ ഒരു PR ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ളത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനാണ് അല്ലേ. അവര് കൃത്യമായിട്ട് ആ സാധനം ഈ CPM പോലും ഇപ്പൊ അത് ആ ഒരു ചോദ്യമില്ല. CPM ഒക്കെ ഇപ്പൊ അന്തം വിട്ടിരിക്കും, 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി. അവർക്ക് അത് ചോദിക്കാനുള്ള സമയമല്ല, അവര് ആത്മപരിശോധന നടത്താനുള്ള. പക്ഷെ ഇത് വലിയൊരു സാധനമാണ്. ഈ ഒരു ആ ഫണ്ട് കാണാനില്ല. അല്ല, കോൺഗ്രസിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡെമോക്രസി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആൾക്കാര് ഈക്വലി നേതാക്കന്മാര് ഓരോ ഗോഡ് ഫാദർ. അപ്പൊ അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നതും മറ്റേ കൺട്രോളിങ് ഫ്രീ സാധനങ്ങളും കുറവാണ്. പണ്ട് ഇതേപോലെ കേട്ടോണ്ട് അവരുടെ തന്നെ എന്തോ ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ട് അവര് കുറെ കാശ് 2-3 തവണ പിരിച്ചിട്ടുണ്ട്. അത് ഇതുവരെയ്ക്കും വന്നിട്ടില്ല എന്നൊരു സാധനം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. തെറ്റാണെങ്കിൽ പക്ഷെ അത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാധനം. അപ്പൊ ഇതിൽ അവര് ഇടയ്ക്കൊരു മീം ഞാൻ കണ്ടായിരുന്നു. അതായത് കല്യാണം നടത്താൻ വെച്ചിരുന്ന ഫണ്ട് പന്തലിട്ടപ്പോ തീർന്നു, അതുകൊണ്ട് കല്യാണം മാറ്റി വെച്ചത്. അതുപോലെ തന്നെയാണ് തറകല. ഇതിലാകെ ഈ കൃത്യമായിട്ടൊരു സാധനം കൊടുക്കും എന്ന് പറഞ്ഞ് ചെയ്തത് IUML മാത്രമേ ഉള്ളൂ, മുസ്ലിം ലീഗ് മാത്രമേ കൊടുക്കൂ. അവര് പറഞ്ഞ കാര്യം അതേപോലെ ചെയ്തിട്ടുണ്ട്. അഖിൽമാരെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്തോ പുള്ളി പറഞ്ഞത് പുള്ളി വീട് വെച്ച് കൊടുക്കാം, അല്ലാതെ പാവല്ലേ നിങ്ങൾ ചിത്രത്തിലേ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ പോഡ്കാസ്റ്റ് വരുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയൊക്കെ ആവും. അപ്പൊ മുഖ്യമന്ത്രി ആവുന്നവർ നമ്മളോട് ക്ഷമിക്കുക. എല്ലാരും മുഖ്യമന്ത്രിയാവും, എല്ലാരും നന്നായിട്ട്. ഇപ്പം അതിനുള്ളിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമുക്ക് നല്ലതാ, നമുക്ക് കണ്ടന്റ് കിട്ടും അല്ലേ സംസാരിക്കാൻ. ഇവരിലാണ് എനിക്ക് പ്രതീക്ഷ. ആരല്ലേ? കോൺഗ്രസില്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനു മുമ്പ് നമ്മളുടെ ഇതിലോട്ട് പോവാം. നമ്മളുടെ ഇലക്ഷൻ അവതരണം എല്ലാരും അഭിപ്രായം പറഞ്ഞു. കുറെ പേര് എന്നെ പണ്ട് താറ്റിയ ആൾക്കാരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. ഈ പരിപാടി ആദ്യമായിട്ട് കണ്ടെന്നൊക്കെ പറഞ്ഞു. ആദ്യം നമ്മള് പറഞ്ഞത് വാച്ചലോങ് ആണ്, ഇലക്ഷന്റെ വാച്ചലോങ് നടത്തിയാലോ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴേ അതിന്റെ ഇടയ്ക്ക് വാച്ചലോങ്ങിൽ തന്നെ ഇത് എപ്പോഴാണ് പറഞ്ഞു എന്തോ ഒരു പരിപാടിക്കാണെങ്കിൽ വാച്ചലോങ് നടത്തിയാലോ എന്ന് വെച്ചാൽ നമ്മള് ക്രിക്കറ്റ് വാച്ചലോങ് നടത്തും പോലെ ഇലക്ഷൻ വാച്ചലോങ് നടത്താമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടാണ് കണ്ടത്. പിന്നെ വാച്ചലോങ് മാറി, പിന്നെ നമ്മൾ കോട്ടിന്റെ കാര്യം പറഞ്ഞ്, പിന്നെ SKN അവിടെ ഉണ്ട്, ഇവിടെ SKG അങ്ങനെയൊക്കെ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഈ റെഡിറ്റിലുണ്ടല്ലോ, റെഡിറ്റിൽ ഈ ഒരു പിക്ചർ റിപ്പോർട്ടർ അവര് ഇത് നമ്മളിങ്ങനെ ആദ്യം കുറച്ച് ഇത്തിരി ലൈറ്റ് ആയിട്ട് എടുത്ത, പിന്നെ അതിൽ ഇച്ചിരി അവര് ഈ പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയപ്പോ മറ്റേ ഇച്ചിരി പിന്നെ അങ്ങനത്തെ ഭയങ്കര പ്രഷർ പോലെ മറ്റേ ഈ ഇലക്ഷനൊക്കെ എല്ലാരും ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റായി പോയി. പിന്നെ അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ രണ്ടും കൽപ്പിച്ച് നടത്താം, പരിപാടി സെറ്റാക്കാന്ന് വിചാരിച്ച് ചെയ്തു. പിന്നെ ഇല്ല നമ്മള് എല്ലാ പയ്യന്മാരും വരാനും കൂടെ നിക്കാന്ന് പറഞ്ഞു. എസ്പെഷ്യലി നമ്മളെ ഉല്ലാസ് മോൻ, അത് അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം വരെ ഉല്ലാസം ഇങ്ങനെ നടത്താം നിങ്ങളല്ലേ അതിന് മുമ്പ് വിഘ്നേഷ് ചോദിച്ച്, വിഘ്നേഷ് എന്റെ അടുത്ത് ചോദിച്ചു ഇടാ അതേപോലെ ഒന്ന് ആക്കാൻ പറ്റുമോ. അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഈ ഉല്ലാസാണെങ്കിൽ ഇതിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉല്ലാസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അല്ലേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ
ഇങ്ങനെ ഒരു expression ഇടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ പണിയെടുത്ത് ചെയ്യണം, നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു എക്സ്പ്രഷൻ. അതുകൊണ്ട് എനിക്കും അങ്ങനെ ചോദിക്കാവുന്നതാണ്. അപ്പോഴിങ്ങനെ വിഘ്നേഷ് ചോദിച്ചപ്പം ഗ്രീൻ സ്ക്രീൻ ഒക്കെ വേണം, ഗ്രീൻ സ്ക്രീൻ ഒക്കെ വേണം. ഞാൻ വിഘ്നേഷ് അതില്ല, അത് നടക്കൂല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ശനിയാഴ്ച ഞായറാഴ്ച ആയപ്പം ഗ്രീൻ സ്ക്രീൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ കേട്ടോന്ന് മെസ്സേജ് പറഞ്ഞു. സംഭവം എനിക്ക് ഇതിന്റെ ഇത് എത്രത്തോളം ശരിയാവില്ല എന്നുള്ള. അപ്പൊ ഞാൻ തലേന്നിരുന്നൊന്ന് നോക്കി സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഞായറാഴ്ച അന്ന് ഇവിടെ വേറെ ഷൂട്ടൊന്നും ഇല്ല. അപ്പൊ വീട്ടിലിരുന്ന് നോക്കിയപ്പം ഓക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്ന് മനസ്സിലായി. കുറെയൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു ഈ OBSനകത്തുള്ള സാധനങ്ങളൊക്കെ. അതൊക്കെ ഇരുന്ന് നോക്കിയപ്പം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് പിന്നെ അപ്പൊ തന്നെ ഇരുന്ന് മറ്റേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ ഇനി ഗ്രീൻ സ്ക്രീൻ കൂടെ സെറ്റ് ആയ നടക്കുമെന്നുള്ള ഇത് ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചത്. എനിക്ക് മനസ്സിലായോ, മറ്റേ ആ താഴത്തെ ലൈനൊക്കെ നീ സെറ്റ് ആയി ചെയ്തതിന് ശേഷമായിരിക്കും, എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചത് ഗ്രീൻ സ്ക്രീൻ കിട്ടുമോ. ഉടൻ കേരള ഇലക്ഷൻ ആ സംഭവമൊക്കെ വന്നപ്പോ എനിക്ക് തോന്നി ഇവന് ലൈന ഇത് നടക്കുന്ന പരിപാടിയാണ്. എല്ലാം സെറ്റ് ഒരിക്കൽ ഒരു കൺഫർമേഷൻ ആയപ്പോഴാണ് ഞാൻ പിന്നെ പറഞ്ഞത് ഓക്കെ ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്യാം. ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞായറാഴ്ച ഞാൻ പറഞ്ഞ് വൈകിട്ട് നമുക്കൊന്ന് തപ്പി നോക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേ ബാബാസിലൊക്കെയാണ് നമ്മള് നോക്കിയത്. ക്യാമറ സ്റ്റോറിലാണ് നോക്കിയത്. അപ്പൊ ക്യാമറ കടയൊന്നും ഇല്ല. ക്യാമറ കട ഞായറാഴ്ച ആയതുകൊണ്ട് അവധി. പിന്നെ എന്താ ആദ്യം പോയത് ഇത് എടുക്കാനാണ്. കോട്ട് നമ്മൾ അന്ന് ആദ്യമേ ഫിക്സ് ചെയ്തു. നമ്മൾ ഈ സാധനത്തിൽ ആദ്യമേ ഫിക്സ് ചെയ്തു. നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന പരിപാടി ഇല്ലാന്ന് ആദ്യമേ ഫിക്സ് ചെയ്തു. നിന്ന് തന്നെ TV ഒരു കോമഡി ഷോ എന്നുള്ള രീതിക്കാണ്, അല്ലാതെ നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് അത് പോകും. നമ്മള് ഇങ്ങനെ അവരൊരു സ്പൂഫ് പോലെ രാഷ്ട്രീയ അവലോകനമൊന്നും സംസാരിക്കാനല്ല. നമ്മള് അതിന് മാത്രമുള്ള കഴിവ് നമുക്ക് കുറവാണ്. അത് നോളജ് വേണം, അത്രയും ഫോളോ ചെയ്യണം. നോളജ് ഉണ്ട്, അത് നമ്മളെ കൊണ്ട് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് നോളജും കുറവായോണ്ടാണ് ഇത് വർക്ക് ആവണേ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് അത്ര ഇതാവണമെന്നില്ല. യവന്മാർ ഇത് പറയണത് നോളജ് കാണാൻ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ കോമഡി ഫുൾ കോമഡി ആക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യമേ കോട്ടിന്റെ കാര്യം ആദ്യമേ പ്ലാൻ ഇട്ട സമയം തൊട്ടേ കോട്ട് വേണമെന്നുള്ളതുണ്ട്. നമ്മളവിടെ പോയി കോട്ട് നമ്മൾ അങ്ങനെ വലിയ കാര്യത്തില് അവിടെ കഴക്കൂട്ടത്ത് ചെന്ന് ഇങ്ങനെ തിരക്കിയപ്പം ലേപ്പൽ വെഡിങ്ങിലാണ് പോയത്. അപ്പോഴ് അത് റെന്റൽ എടുക്കണം, വെഡിങ്ങിന്റെ റെന്റൽ എടുക്കണ ഒരു സംഭവമാണ്. അതിൽ കയറിയിട്ട് നമ്മൾ റെന്റ് ചോദിച്ചപ്പോഴ് എല്ലാവർക്കും എടുക്കുമ്പോ അത്യാവശ്യം എമൗണ്ട് ആവും. ഇപ്പോഴും ഞാൻ ആലോചിച്ചു, ഞാൻ ഇത് ഇത്രയും സംഭവം ആവും നമുക്ക് വീഡിയോ ഇറങ്ങുമ്പോ ഇത്ര ലൈവ് നമ്മൾ സാധാ പോലെ മറ്റേ നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് അറിഞ്ഞൂടല്ലോ. ലൈവ് നമുക്ക് എപ്പോഴും നമ്മളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേടി സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കോസ്പ്ലേയുടെ പേടി സ്വപ്നമുണ്ട്. അത് എത്രയും നല്ല പൈസക്ക് ഇറക്കിയിട്ട് കോസ്പ്ലേക്ക് നല്ല എമൗണ്ട് ആയി. അതുകൊണ്ട് എനിക്ക് അത് മുതലാവുമെന്ന് എനിക്കൊരു ഞാൻ അങ്ങനെ കടുംപിടുത്തം പിടിക്കാത്തതാണ്. പക്ഷെ എനിക്ക് ആ കോസ്പ്ലേയുടെ ഒരു മനസ്സിൽ കിടക്കണുണ്ട്. നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ റെന്റ് കേട്ടപ്പോഴേ നമ്മളിങ്ങനെ കോട്ട് വേണോ, പിന്നെ ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചോദിച്ചപ്പോഴും അതും നമുക്ക് അങ്ങനെ ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ചു. അപ്പൊ അവര് ഡിസ്കൗണ്ട് ഒക്കെ തന്നു. അതും മുതലാവൂല എന്നുള്ളൊരു അത് ഡിസ്കൗണ്ട് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ഈ റിട്ടേൺ ഓഫ് നമ്മുടെ റിട്ടേൺ കിട്ടും. കല്യാണത്തിനല്ലേ അത്രയും വലിയ കോട്ട് കൊടുക്കണം. അവർക്ക് ആ കല്യാണത്തിന്റെ ഒരു ഡേ കൊടുക്കുമ്പോഴേ ആ ഒരു പ്രൈസ് ആണ് അവർ ചോദിക്കുന്നത്. ഗൈസ്, ഇന്ന് ഉല്ലാസിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമുക്കൊരു ചവിട്ടി തുറന്ന് ഇതിന്റെ ഇടയിൽ തന്നെ വേണമായിരുന്നോ? ഇല്ല ഇത് കാണണം. അയ്യോ, ഞാനും പ്രതീക്ഷിച്ചില്ല. ക്യാമറ ഇങ്ങനെ എടുക്കുമായിരുന്നോ? ഗൈസ്, ഇതിൽ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ബാക്ക് ബോൺ. അങ്ങനെ നമ്മളുടെ ഉല്ലാസിന്റെ 30ാം പിറന്നാൾ. ഇല്ല, ഇത് തെറ്റ്. ഹാപ്പി ബർത്ത്ഡേ ബാക്ക് ബോൺ
365 days to 30. അതെ ഇന്ന് 365 ഡേയ്സേ ഉള്ളൂ നിനക്ക് 30 ആവാൻ. ചേടാ ഞാൻ എന്നെ 30 എന്ന് പറഞ്ഞ് 3 കളിയാക്കി എനിക്ക് ഓർമ്മ. ഇത് കണക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരുപാട് വീണ്ടും വരും. പയ്യടാ എടാ നിന്റെ അടുത്ത് ഒരു പടക്കമൊക്കെ വയ്ക്കാനല്ലേ പറഞ്ഞു. എടാ ഈ മഴയത്ത് ഞാൻ എവിടുന്നാ വാങ്ങിക്കാൻ ഞാൻ നോക്കി കിട്ടിയത് കൊണ്ടല്ല അണയണയില്ല. സത്യം കേട്ടാ മഴ ഉള്ളോട് നീ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്നുണ്ടല്ലോ നീ കത്തേ വേറെ കുറച്ചുകൂടെ മറ്റേ ഇതൊക്കെ വാങ്ങിക്കാന്ന് വെച്ചിരുന്നു പൂത്തിരി. ഉല്ലാസ സന്തോഷം. ഓർമ്മയുണ്ടായിരുന്നല്ലേ? നീ എന്ത് ഞാൻ രക്ഷപ്പെട്ടെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. നീ വിചാരിച്ച് നമ്മള് മറന്നുപോയി ഓർമ്മിപ്പിക്കണ്ട അങ്ങനെയല്ലേ ഇരുന്നത്. ആ സാധനം കഴിക്കണം നമ്മൾ അങ്ങനെ മറക്കണ ആൾക്കാരല്ല. ഒന്നും മറക്കില്ല. ഹാപ്പി ആയോ? സർപ്രൈസ് ആയ ആ പോഡ്കാസ്റ്റ് കൊളാക്കി നിങ്ങള്. പോഡ്കാസ്റ്റ് ഒന്നും കൂടെ വാങ്ങില്ല. സർപ്രൈസ് ആയ സർപ്രൈസ് ആയി. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അതാണ് എക്സ്പെക്ട് ചെയ്യാത്തപ്പോഴേ നീ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ തരില്ലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ പാടി. ഓക്കെ താങ്ക് യു ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നതിന്. ഓക്കെ മുറിക്കട്ടാ. വായിച്ചല്ലോ എപ്പോഴും ഇത് ഓർമ്മ വേണം. 30 കട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്നെ തരാം. ഹാപ്പി ആ 30 മുറിക്കണം. അത്രയും ഞാൻ തരാം. വായിൽ വെച്ച് കൊടുത്തു മറ്റേ VD സതീശനോട് പോലെ. നീയാണ് എല്ലാരും കൊടുക്കുന്നത്. നീയാണ് കൊടുക്കണം. അങ്ങനെയാണോ? അല്ല നമ്മളെടുത്ത് അവന് കൊടുക്കണം എല്ലാവർക്കും. ഇതിന്റെ വല്ലതും എന്നോട് അറിയാമോ? തിന്നോ നീ തന്നെ കൊടുത്താൽ മതി. വെച്ചിലാക്കണ്ട. അല്ലെങ്കിൽ നീ മാറിയെന്നോ? ഓ എനിക്ക് നമുക്ക് തരണം. നമുക്ക് ഇല്ല നമുക്ക് തരണം. എനിക്ക് അവന് വായിൽ വെച്ചോളൂ. ഒന്ന് വെച്ചു കൊടുക്കൂ. ഈ നാട്ടുകാരെല്ലാരും ഞാൻ ഒറ്റയ്ക്ക് ഇന്നോളാം. അപ്പൊ 30ലേക്ക് കടക്കാൻ പോകുന്ന നമ്മുടെ ഉല്ലാസിന്റെ ചൂട് വെക്കുന്ന ഉല്ലാസിന്റെ അഭിവാദ്യങ്ങൾ ചൂട് വയ്ക്കും. അതെ. വെൽക്കം ടു 29 നടക്കുന്നേ ഉള്ളൂ. 29 കഴിഞ്ഞു 30 കഴിഞ്ഞില്ല 29 ആയേ ഉള്ളൂ. ഇനി യൂത്ത് ഒന്നും ഇല്ല, കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിലേക്ക് കടന്ന ഉല്ലാസ്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഉല്ലാസ്. മൂത്ത് കൂട്ടി പറയുമായിരുന്നു. ഓർമ്മയില്ലേ നമ്മുടെ വന്ന സമയത്ത്? വന്നപ്പോ 40 ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ മാറ്റങ്ങൾ. എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് തന്നതിൽ. സർപ്രൈസ്ഡ് ആയി നിനക്ക് 30 ആയെന്ന് അറിഞ്ഞപ്പോ. എന്റെ അമ്മ ഒരു സർപ്രൈസ് ആയി. കഴിഞ്ഞ ബർത്ത്ഡേ നമ്മള് ചെന്നൈയിലായിരുന്നു. ശരി. കഴിഞ്ഞ ബർത്ത്ഡേ എന്നെ ഇവര് അനുഭവിപ്പിച്ചു. ശരിയാ. ദിവസം അന്ന് ഉറങ്ങാത്ത ദിവസമായിരുന്നു. നമ്മള് മറ്റേ തെരുവ് വീതിയിലൂടെ നടക്കുവായിരുന്നു രാത്രിയിൽ. നല്ലൊരു ദിവസമായിരുന്നു. അതിനി മറ്റേ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. നമ്മളിങ്ങനെ ആലോചിച്ചു ഇനി വീട്ടിൽ പോവോ, നമ്മളെ പട്ടാളക്കാരെ താങ്ക് യു. ഇത് അറേഞ്ച് ചെയ്ത നന്ദുവിന് വളരെ വലിയ നന്ദി. എന്തായാലും നമുക്ക് ബാക്ക് ടു നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ലൈവ്. കോട്ടെടുക്കാൻ പോയി അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. എന്നിട്ട് അവസാനം നമ്മൾ ഇങ്ങനെ നിന്ന് പരിങ്ങുന്ന കണ്ടപ്പം ഞാനും അരുണും ആദ്യമേ ഇറങ്ങി. ഉല്ലാസവും ഇറങ്ങി. അപ്പം ഇവ അവിടെ കിടന്ന് കേരവണുണ്ട്. അതല്ല ഇവന്മാർക്ക് മറ്റേ ഇവരൊക്കെ മറ്റേ ഒരു ഇതാണ് മറ്റേ ഈ കൊളാവൊക്കെ കേൾക്കുമ്പോ ഓടും. മറ്റേ ഒരു നാണക്കേടാണ്. കൊളാവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. കൊളാവിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ ചോദിച്ചേനെ. കൊളാവിന്റെ കാര്യം ഇവര് എലീറ്റ് ക്ലാസ് തന്നെ. അപ്പൊ ഇവര് എന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് ദാസ ചോദിച്ചു കൊളാബിന് താല്പര്യമുണ്ടോ? ഇല്ലല്ലേ. കൊളാബിന് താല്പര്യമുണ്ടല്ലോ? ഇല്ലല്ലേ. നമ്മള് കുറച്ചേരം അവിടെ നിന്നിട്ട് പുള്ളിക്ക് സാധനമൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഓൾഡ് സ്കൂൾ ബോയ്സ് ഇതാണ് സാധനം. അപ്പൊ തന്നെ പുള്ളി മുതലാളിയെ വിളിച്ചു. മറ്റേ പയ്യ അപ്പൊ തന്നെ പറഞ്ഞു താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് മുതലാളിയെ വിളിച്ചിട്ട് ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പേരും പെരുമയും ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവര് പറഞ്ഞു വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മള് താഴെ തന്നെ നിന്നിട്ട് പോയില്ല. അവിടെ തന്നെ സർക്കിൾ ഇങ്ങനെ മറ്റേ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നടത്തുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ നടത്തുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോ വിളിച്ച് അതെ ആദ്യം വിളിച്ച് യവനെ ഫോൺ എടുത്തില്ല. നീ എടുത്തില്ല. ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് യവൻ ചോദിച്ചു വിളിക്കൂലേന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ
എടുത്ത് നോക്കിയപ്പോ വിളിച്ച് തിരിച്ചു വിളിച്ചപ്പോ അവര് പറഞ്ഞ് ഓക്കെ എടുത്തോന്ന് പറഞ്ഞു. അപ്പോഴും അവർക്ക് അത് കണ്ടിട്ട് എടുത്തോന്ന് പറഞ്ഞു. പിന്നെ നമ്മള് പറഞ്ഞ് ചായ കുടിച്ച് കുറച്ച് അതെ നമ്മള് പിന്നെ അപ്പൊ തന്നെ കേറാൻ ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ നാണക്കേട് നമ്മൾ താഴെ അപ്പൊ തന്നെ വിളിച്ച് അപ്പൊ തന്നെ കയറി വന്നിട്ട് അപ്പോഴാ ചായക്കടയിൽ നിന്ന് ചായയും കടിയൊക്കെ കടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറിയത്. കയറിയിട്ട് നമ്മള് സാധനമൊക്കെ എടുത്ത് നല്ല ഇതായിരുന്നു, നല്ല കോട്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മളുടെ സൈസിനനുസരിച്ച് അത് മാറ്റിയൊക്കെ സെറ്റ് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് നമ്മള് കോട്ടൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഒരു ബിഗ് താങ്ക്സ് വെഡിങ്. നിങ്ങൾക്ക് ഇപ്പൊ കല്യാണത്തിനൊക്കെ പോവാൻ അല്ലേ, ഇപ്പൊ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഒരു കോട്ടൊക്കെ വേണം, അല്ലെങ്കിൽ അവിടെ സീക്വൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുറെ അല്ലേ, മറ്റേ പളവള മിന്നുന്ന സാധനങ്ങളും ഉണ്ട്. പരസ്യമല്ല, ഇത് നമുക്ക് നമ്മുടെ ഹാർട്ടിൽ നിന്ന്, കാരണം നമ്മള് അങ്ങനെ ചോദിച്ചിട്ടുള്ളതൊന്നും ആരും സമ്മതിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാള്, അതെ ആദ്യമായിട്ടാണ് ഒരാൾ. അത് ഇടപെടാൻ അറിയണം, അല്ലാണ്ട് കാര്യം നടക്കൂല കേട്ടാ. അല്ലാണ്ട് അറിഞ്ഞൂടായിരുന്നു എനക്ക് അന്ന് നോ പറഞ്ഞിടത്തൊക്കെ ഇടപെട്ടപ്പോ ഞാൻ ഇടപെട്ടില്ല, എന്തായാലും കഴക്കൂട്ടത്തുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇത് കിട്ടി, കോട്ട് കിട്ടി കഴിഞ്ഞിട്ട് പിന്നീട് ഗ്രീൻ സ്ക്രീൻ നമ്മൾ ആദ്യം ബാബാസിൽ പോകുന്നാണ് പറഞ്ഞത്, പക്ഷെ അത് അടച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച കൊണ്ട് ക്ലോസ്. ഭാഗ്യവശാൽ അത് അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈസ കൂടുതൽ പോയല്ലേ. അങ്ങനെ നമ്മൾ പോയി തുണിക്കടയിൽ ചെന്ന് തുണി എടുക്കാന്നും പറഞ്ഞ് രാമചന്ദ്രനിൽ പോയി. എന്നിട്ട് ബ്ലൗസിന്റെ തുണി നമ്മൾ ആദ്യം നോക്കി. അത് നോക്കിയപ്പോ 138 രൂപ മീറ്റർ കോട്ടൺ. അപ്പം ഇത് നല്ലതാ, നല്ല തുണിയാ കോട്ടൺ. നമുക്ക് നല്ല തുണി വേണ്ട, പോയച്ച തുണി മതി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു മിററിൽ എന്തോ ഒരു റിഫ്ലക്ഷൻ കണ്ടു തുണി. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഈ പോളിസ്റ്റർ ലൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന തുണി. അപ്പൊ പറഞ്ഞു അത് കൊള്ളൂല, ലൈനിങ്ങിലുള്ള സാധനം. എത്ര രൂപ മീറ്ററിന്? 38 രൂപ. അത് മതി. അങ്ങനെ അത് വെട്ടി മുറിച്ച് എല്ലാം കൂടി 600 രൂപ, 608 രൂപ. ഇവൻ ബില്ല് വെച്ചപ്പോ ഞാൻ പറഞ്ഞ 6000 രൂപ. അപ്പൊ ഞാൻ 6000 രൂപയുടെ ശ്രീകാന്തിങ്ങനെ ബില്ല് ഇങ്ങനെ നോക്കിട്ട് ഞാൻ കണ്ട 608 രൂപ ഉണ്ട്. പെട്ടെന്ന് അവൻ മാറ്റിട്ട് 6000 രൂപ എന്ന് പറഞ്ഞപ്പം ശ്രീകാന്തിനെ പുറകെ മീനും അടക്കം 6000 രൂപയ്ക്ക് ബ്ലൗസിന്റെ തുണി അത് തുണിന്ന് എനിക്കൊന്നും അറിയണമല്ലോ അങ്ങനത്തെ രീതി. പക്ഷെ അത് വൻ ലാഭം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധനം ആരും നടത്തി കാണൂല. എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രീൻ സ്ക്രീൻ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ബ്ലൗസിന്റെ തുണി പോലെ തോന്നിയ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല. അത് നമ്മുടെ അല്ല തുടങ്ങ പോളിസ്റ്റർ അറിയാം, പക്ഷെ ക്വാളിറ്റി ഉണ്ടായിരുന്നു ഒരു അല്ല. ഈ ബ്ലൗസിന്റെ തുണിയായിട്ട് വീതി ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് കൊറേ എണ്ണം ഇങ്ങനെ അടിച്ചടിച്ചിട്ട് സ്റ്റേപ്ലർ ചെയ്ത് അത് പറയേണ്ടത് നമ്മുടെ എടുത്ത എഫേർട്ട് നമ്മുടെ ഉല്ലാസം നല്ലൊരു ഗ്രീൻ സ്ക്രീൻ ആക്കി തന്നെ വെച്ചു. പിന്നെ നമുക്ക് ഉള്ള ഒത്തിരി അനുകൂലമായിരുന്നു, കുറെ കാര്യങ്ങൾ അനുകൂലമായിരുന്നു. ഹാഷിമിന്റെ കുറച്ച് എക്വിപ്മെന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഹാഷിം വന്നില്ല, വന്നില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്ത് സാധനമാണ്. ഹാഷിം ചേട്ടൻ മുമ്പ് ഇത് ലൈറ്റ് വെക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് തന്നിരുന്നു. അത് പക്ഷെ ആക്ച്വലി ബാക്ക് ഡ്രോപ്പ് ഇടുന്ന സാധനം. അതെ, അത് യൂസായി. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേനെ. അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോ കഷ്ടപ്പെട്ടാണ്. ഞാൻ ആലോചിച്ച്, എനിക്ക് അറിഞ്ഞൂടെ ഇത് ഇവിടെ ഉണ്ട്, അറിയായിരുന്നു, അതുകൊണ്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പോഴ അതും കൂടെ വന്ന് അതെല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാം മറ്റേ പിന്നൊക്കെ വെച്ച് കറക്റ്റ് ആക്കി ചെയ്ത് അടിപൊളിയാക്കി അത് സാധനം സെറ്റ് ആക്കി. എന്നിട്ട് പിന്നെ നമ്മുടെ സോഫ നമ്മള് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തപ്പോഴേ നമുക്കൊരു അല്ലേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ്. ഈ സോഫയും കൂടെ ഒന്ന് മാറ്റി കഴിഞ്ഞ് ഇവിടത്തെ സ്പേസും കൂടെ കണ്ടപ്പോഴത്തേക്ക് കൊള്ളാം. പിന്നെ നമുക്ക് ആകെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 6:30 എണീറ്റ് വരണം. അതിന് നമുക്ക് എല്ലാവർക്കും ഐക്യണ്ടതിന് ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യവൻ വരൂല. യവൻ 12:30 സത്യപ്രതിജ്ഞ സമയത്തെങ്കിലും വരുമോ എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആലോചിച്ച് ഇങ്ങനെ വിഘ്നേഷിനെ പറയണോ? വിഘ്നേഷ് മറ്റേ സുരേഷ് ഗോപി പണ്ട് നടികളെ മറ്റേ വീണ് കിടക്കണ നടികളെ ഇങ്ങനെ തോളെ കയറ്റി കൊണ്ടുവരൂലേ, അതേപോലെ ഇനി കൊണ്ടുവന്നു. വാഴന്നൂറിലും ഇതിലൊക്കെ വരുമെന്നാണ്. കാരണം നമ്മുടെ രാവിലെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ 6 മണിക്ക് വീണ്ടും നിന്നല്ല ഒരു ദിവസം എന്റെ വണ്ടി കയറിട്ട് അവനെ മൊട്ടം ചീത്തോളൂ. ഞാൻ ഉറങ്ങി കിടക്കണം, ഞാൻ വരില്ലെന്ന് പറഞ്ഞിട്ട് ഉറങ്ങി കിടക്കണം. എന്നെ രാവിലെ വിളിച്ചു കൊടുത്തിട്ട് ആ വിനു തെണ്ടി തേച്ച് അവന് പനിയാണെന്ന് കള്ളം പറഞ്ഞ് വരണേന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചോണ്ട് വരാത്ത തന്നെ. അന്ന് നിന്നെ കുറിച്ച് അവൻ പറഞ്ഞു 9 നമ്മൾ ബുക്ക് ചെയ്തിട്ട് 9:30 വന്നില്ല. പിന്നെ നമ്മളുടെ പോഡ്കാസ്റ്റ്
മൂന്ന് ലൈവ് ഇന്റർലെസ് പോഡ്കാസ്റ്റിൽ വന്നിട്ടില്ല. ഒരുപാട് ഞാനല്ലേ പോയി വിളിച്ചത്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. വിളിച്ചാ ഫോൺ എടുക്കൂല. അത് പ്രശ്നമേ ഉള്ളൂ. ഫോണ് കിട്ടൂല, സ്വിച്ച് ഓഫ് ആയിരിക്കും, ചാർജ് ചെയ്യൂല. പറഞ്ഞോട്ടെ. ഞാൻ പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും വീട്ടിൽ പോയി. കുറച്ചുകൂടെ സെറ്റ് ആക്കി ഉണ്ടായിരുന്നു. അതെ, എല്ലാരും വീട്ടിൽ പോയപ്പോ ഞാനും വീട്ടിൽ പോയി. എന്നിട്ട് പിന്നെ 1 മണിയൊക്കെ ആയപ്പോഴേ ഉറക്കം വരണില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇവിടെ വരാം, വന്നിട്ട് ഇനിയിപ്പം കിടക്കണയാണ് നല്ലത്. ഈ നേരത്തെ എണീക്കാൻ വേണ്ടി നേരത്തെ ഉറങ്ങണ ഭയങ്കര എഫേർട്ടാണ്. നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഉറക്കം വരും. അതെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വരാം, ഇതാകുമ്പോ AC ഉണ്ടല്ലോ. ഞാൻ ഒരു 2 മണി വരെയൊക്കെ ഇവിടെ ഇരുന്ന് കുറച്ച് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരുന്നു. എന്നിട്ടും കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വരൂലെന്ന് വിചാരിച്ച് പറഞ്ഞ എല്ലാം ഓഫാക്കി കിടന്നപ്പോഴത്തേക്കും ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരാള് വരണം. അപ്പൊ ഞാൻ ഹാപ്പി. ഓക്കെ, രാവിലെ ഇനിയിപ്പം സെറ്റാണ്, പ്രശ്നമൊന്നും വരില്ല. കൃത്യമായ ഇടപെടൽ. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാരും ഒന്ന് ലേറ്റ് ആയിട്ട് ഉറങ്ങി. കാര്യം ഞാൻ നോക്കിയപ്പോ 2:30-3 മണിയായപ്പോ എന്തോ ഒരു റീല് സീനാക്കിയിരിക്കണം. ഞാൻ ഓർക്കാതെ ചില ഇരുന്ന് അയച്ചിടുന്ന സീൻ അവനും ഉറങ്ങിയില്ല. നല്ല ലേറ്റ് ആയിട്ടാണ് ഉറങ്ങണം. രാവിലെ എണീറ്റ്. പക്ഷെ ഞാനും രാവിലെ എണീറ്റ് കുളിച്ച് 7:30 എത്തിയെന്നോ. 7:15 അല്ല, ഞാൻ റെഡിയായിരുന്നു. വരാം, ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, വരാമെന്ന് വിചാരിച്ചു. ഞാൻ 6:15 വിളിച്ച് എണീപ്പിച്ച്. പിന്നെ വിഘ്നേഷ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ തന്നെ വിഘ്നേഷ് ഒക്കെ 6:45 എത്തി. എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച്. അല്ല, അതൊക്കെ ഇവിടെ വന്നിരുന്നിട്ടാണ്. ഇവിടെ വന്ന് 7:30 കറക്റ്റ് 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത്. അതിന്റെ സ്റ്റാർട്ടിങ് ആണ് ഞാൻ ഞെട്ടിപ്പോയത്. ഈ ഇങ്ങനെ ഒരുപാട് വ്യൂസും കയറി വരുന്ന, അതുപോലെ സൂപ്പർ ചാറ്റും ചറപറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഞെട്ടിപ്പോടാ. തുടങ്ങിയപ്പോഴത്തേക്ക് തുടങ്ങി ഒരു 5 മിനിറ്റിനകത്ത് 600-700 വ്യൂസോ 1000 വ്യൂസോ എത്തി. അതേ സൂപ്പർ ചാറ്റും വന്നോണ്ടിരിക്കാണ്. ഞാൻ ഇതെന്ത് ഇങ്ങനെ ഞാനിങ്ങനെ ഇത് അതിനു മുമ്പ് CK വന്നായിരുന്നല്ല. CK ഇങ്ങനെ കേറാൻ നേരത്ത് ചായ ഇടണോ? ഇല്ല, എനിക്ക് ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല. ചായ ഉണ്ടാടാ. ഞാനിങ്ങനെ റിപ്പോർട്ടറായിട്ട് മറ്റേ കോട്ട കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പം ചായ ഇടണ്ടേ ഞാൻ ബാത്റൂമിൽ പോയില്ല. എന്നിട്ട് പിന്നെ എന്നെ വിളിച്ചോണ്ട് മറ്റേ ഇവിടുത്തെ ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കാണാനില്ല. പിന്നെ അവനെ വിളിച്ചോണ്ടെങ്കിൽ വന്നു. അങ്ങനെ നടന്ന് പെട്ടെന്ന് പയ്യെ എല്ലാം സെറ്റായി പെട്ടെന്ന് റെഡിയായി വന്ന് 7:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 7:05 തുടങ്ങി. പക്ഷെ ഒന്ന് 2-3 മിനിറ്റ് ബഫർ ചെയ്ത് വരാനുള്ള സമയം ഉണ്ടായിരുന്നു. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് മറ്റേ കുറെ ആൾക്കാർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. നമ്മള് കൃത്യം 7:30 വരും. അപ്പൊ ആ ഒരു സംഭവം ഇത് പൊലിപ്പിക്കണമെന്ന് നമ്മളെക്കാൾ കുറച്ചുകൂടെ എഫേർട്ട് ബാക്കിയുള്ള ആൾക്കാർ ടെൻഷൻ അടിച്ചെന്നവര്. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരെ ഞാൻ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ. എനിക്ക് ടെൻഷൻ ആവുന്നു. അവരുടെ ഈ സാധനം കേട്ടിട്ടാണ് നമ്മളും കൃത്യം 7:30 തന്നെ തുടങ്ങണമെന്ന്. അത് വാശിയായിരുന്നു. നമ്മൾ റെഡി ആയിരുന്നു. അവസാനം നമ്മൾ റെഡി ആണെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കറക്റ്റ് സമയമാകുമ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ പോണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം ആ സ്പോട്ടില്. അത് എന്താ അങ്ങനെ ശങ്കയുണ്ട്. ഇവിടെ ചെന്ന് പോഡ്കാസ്റ്റ് എടുക്കുമ്പോഴും ഞാൻ എല്ലാം റെഡിയാക്കി സ്റ്റാർട്ട് കൊടുക്കുമ്പോ ഇവിടെ 1 മിനിറ്റ് എപ്പോഴും. അതിപ്പോ നമ്മള് ഉറങ്ങാൻ നേരത്തെ നമ്മള് പോകൂലേ? നമ്മള് ഉറങ്ങണതിന് മുന്നേ ഒഴിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഇട്ട് വേണം കിടത്താം. വളരെ ശരിയാ. അങ്ങനെ നമ്മള് തുടങ്ങി. പക്ഷെ എന്നെ ഞെട്ടിച്ചത് സീക്കാണ്. എന്നെ ഞെട്ടിച്ചത് സീക്കാണ്. എക്സ്പെക്ടഡ് ആയിരുന്നു. 600-700 പേര് വന്നല്ലോ, അതുകൊണ്ടുള്ള എനിക്ക് ആദ്യം ഞെട്ടു. അത് പറഞ്ഞല്ലോ, സൂപ്പർ ചാറ്റ് കാരണം തുടങ്ങിയപ്പോ തന്നെ ആദ്യം 100 അങ്ങനെയൊക്കെയാണ് കേറുന്നത്. ഇല്ല, ഇത് 600-700 ആയിരുന്നു തുടക്കത്തിലാണ്. അത്രയും ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു 7:30.
ഞാനൊക്കെ 10 മണിക്കാണ് ഉറക്കം എണീക്കുന്നത്. അതില് എനിക്ക് ഫസ്റ്റ് പറയണ വെച്ചാൽ ഇപ്പം ഇവന്റെ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ഉല്ലാസിന്റെ ഗ്രാഫിക്സ് അതിന് തൊട്ട് മുന്നത്തെ ഒരു ദിവസം അല്ല മുന്നത്തെ ദിവസം തന്നെ നമ്മൾ രാത്രി ഇരുന്ന് ഈ പരിപാടി അപ്പോഴേ എനിക്ക് മനസ്സിലായി സാധനം സെറ്റ് സാധനം ഇതാണ്, പിന്നെ നമ്മുടെ കയ്യിലാണ്. പിന്നെ നമ്മുടെ കയ്യിലാണ്, നമ്മള് നന്നായിട്ട് ചെയ്ത നമ്മളിത് കണ്ട ഏതോ ന്യൂസ് ചാനൽ വിചാരിക്കും. ഗ്രാഫിക്സ് കണ്ടപ്പോ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം. ബാക്കിയുള്ളവർക്ക് 1 ലക്ഷം അത്ര 4 ലക്ഷം ഒക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം ഇടയ്ക്ക് വെച്ച് ഇടിച്ചങ്ങ് പോകും. പക്ഷെ നമുക്കാണ് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങറ്റം വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്നിട്ട് തുടക്കത്തിൽ ഇവിടെ നിന്നിട്ട് പിന്നെ ഇവന്റെ ഈ സ്ക്രീനിൽ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും ഇത് കോട്ടം കൂടെ ഇട്ട കോട്ട കോസ്റ്റ്യൂം വേറൊരു ലെവൽ. ആ കോസ്റ്റ്യൂം നല്ല ഹെൽപ്പ് ചെയ്ത് ആ ഒരു ഇത് കിട്ടാൻ. അതായത് നമ്മൾ ഈ കോട്ടൊക്കെ ഇട്ട് കോമഡി പറയുമ്പോൾ കോട്ടൊക്കെ ഇട്ട് സീരിയസ് ആയിട്ട് മണ്ടത്തരം പറയുമ്പോ ഒരു ഇത് കിട്ടും. പക്ഷെ ആ രാവിലത്തെ നമുക്ക് ആ ഒരു എനർജിയിൽ ചെയ്യണമെന്ന് തോന്നിയതും ഈ ഒരു സാധനം പിന്നെ ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ സാധനം ഞാൻ കോട്ട് ഇട്ടിട്ടില്ല, കോട്ട് ഏതോ ഒരു ഡാൻസിനാണ് എന്തോ ഇട്ടിട്ടുള്ളത്, അല്ല ഇട്ടിട്ടില്ല. ഈ കോട്ട് ഇടുമ്പോ ഒരു പ്രത്യേകത ഉണ്ട്, നോക്കുമ്പോ ഒരു നല്ല രസം ഉണ്ടായിരുന്നു. ദാസന്റെ കല്യാണത്തിന് ദാസൻ കോട്ടയാണ്. അല്ല ഞാൻ ഈ കോട്ടൊക്കെ എടുക്കുന്നത് ഞാൻ ആലോചിച്ചു, ഇതൊക്കെ പിന്നെ ഇതിൽ വന്നപ്പോ ഓക്കെ അത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലായി. അതും ആലോചിക്കണം, ഈ സാധനം ഇട്ട് ഗ്രാഫിക്സ് ഒക്കെ ഇട്ടിട്ട് കോട്ട. ഇതൊന്നും പ്ലാൻ ഇല്ലായിരുന്നല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങൾ ഈ ടിവിയുടെ ഫ്രണ്ടിലൊക്കെ നിന്നായിരിക്കും സംസാരിക്കണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ടിവിയുടെ ഫ്രണ്ടിൽ നിൽക്കണോ, അത് ഗ്രീൻ സ്ക്രീൻ ഇല്ലല്ലോ, നല്ലല്ലേ പറ്റുള്ളൂ. നമ്മൾ അതിന് മുന്നേ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു, ബാക്കില് ടി വി കാണിക്കണോ, അത് കഴിഞ്ഞ് ടിവിയിൽ സൗണ്ട് വരുമ്പോഴ് ഇതെങ്ങനെയാണ്. പിന്നെ ഉള്ളത് CK കാര്യം. CK കയറുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ CK ക്ലാസ് കൊടുക്കണം കേട്ടോ, CK വിഘ്നേഷിന് ഒരു ക്ലാസ് കൊടുക്കണം കേട്ടോ, കാരണം ലൈവിൽ അങ്ങനെ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഒരു ക്ലാസ് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് വിഘ്നേഷിനും ഇങ്ങനെ മറ്റേ നാട് നന്നാക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും സംസാരിച്ച് നാട് നന്നാക്കി കളയാമെന്നുള്ള ഒരു ഇത് സ്പിരിറ്റ് ഉണ്ട്. അപ്പോഴേ അത് എന്തെങ്കിലും അബദ്ധങ്ങൾ വരുമോ ഇനി അബദ്ധങ്ങളും, പിന്നെ ചിലപ്പോ നല്ല കോമഡി ആയിട്ട് പോയിക്കുന്ന സമയത്ത് അവൻ ചിലപ്പോ ഇത് സീരിയസ് ആയിട്ട് അവൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോ സീരിയസ് ആവാൻ സാധ്യത. അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു സാധനം. ഞാൻ പറഞ്ഞത് നാട് നന്നാക്കാനല്ല, നമ്മൾ നന്നാവാനാണ്. ഞാൻ പറഞ്ഞു നമ്മൾ നന്നാവാനാണ് നമ്മൾ കയറുന്നത്, അത് നമ്മൾ മനസ്സിൽ വേണമെന്ന് പറഞ്ഞു. കാരണം വ്ളോഗിലൊക്കെ വരണമെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും, അപ്പോഴേ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് പോകും. അതാണ് നിങ്ങൾ കാണാത്തത്. അപ്പോഴെന്തെങ്കിലും എഡിറ്റർ ചോദിക്കും, ചേട്ടാ ഇത് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, അപ്പോഴേ അത് കട്ട് ചെയ്ത് പോകും. അങ്ങനെ ആവുമെന്ന് ലൈവല്ലേ, നമുക്കിത് കട്ടിങ് വീണ് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴ് ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴ് ഇങ്ങനെ CK എന്തോ പുറത്തു വിട്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചാറ്റ് നോക്കി, ദാസം മാറിയിട്ട് CK വാ വായിച്ചിട്ട് ദാസനെ മാറ്റിയിട്ട് CK കൊണ്ടുപോകും. ഇങ്ങനെ വായിച്ചിട്ട് കാപ്പി പിടിച്ചിട്ട് വരാം, ഇടിയപ്പം മുട്ടക്കറി ഉണ്ടല്ലോ, കാപ്പി പിടിച്ചിട്ട് വരാം. അല്ലല്ലേ, എനിക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോഴേ തോന്നി ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 പേരിൽ 2 പേര് എന്തായാലും വേണം. ഒരാള് മാറിക്കൊണ്ടിരിക്കണം, ബാക്കിയുള്ളവർ എന്ന് വെച്ചാൽ ഇന്റർലെസ് പോഡ്കാസ്റ്റിന്റെ ആ ഒരു എക്സ്പീരിയൻസ് 2 പേര് ആങ്കർ ചെയ്യാൻ വേണമെന്ന്. പക്ഷെ ഇവൻ ഇങ്ങനെ ഒരു ആങ്കറിങ്ങും അങ്ങനെ കൊണ്ടുപോകുന്ന കഴിവുണ്ട്, എന്നാൽ ഈ ക്യാമറ ഫേസ് ചെയ്ത് പറയണ്ടേ, ക്യാമറ ഫേസ് ചെയ്ത് പറയണ്ടേ, അത് നന്നായിട്ട് ചെയ്യും. അല്ല, എനിക്ക് ഇടയ്ക്ക് നല്ല കോൺഫിഡൻസ് തോന്നുന്നു. ഞാൻ വിചാരിച്ചു എപ്പോഴും ഇവിടെ നിൽക്കണമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് വെച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അല്ലാതെ നല്ലോണം പോണുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ റിലാക്സ് ചെയ്തിട്ടാണ് വന്നത്. ഒരു പ്രശ്നമില്ല. CK ഒരു രാഷ്ട്രീയ നോളജ് ഉള്ളത് നേരത്തെ അറിയാം. എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ പോണുണ്ട്. നമുക്കിത് സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ നല്ല രീതിയിൽ നോളജ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പിന്നെ രാഷ്ട്രീയത്തിന് പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയണത് നോളജ് ഉള്ള കാര്യം. പക്ഷെ ഈ ക്യാമറയിൽ നോക്കിയിട്ടേ ഈ പ്രസന്റേഷൻ ഉണ്ടല്ലോ. കാരണം നമ്മള് ഇപ്പം ഇവന്റെ അടുത്ത് ഇപ്പൊ നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോ എടാ ഇനി നീ പറയാന്നും പറഞ്ഞ് നീ ഒരു ഇൻട്രോ പറയാന്ന് പറഞ്ഞാല് CK അങ്ങനെ പറ്റാറില്ല. അല്ല, അത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ CKയുടെ ഈ പ്രസന്റ് ചെയ്യാനും ഇതിന് എല്ലാത്തിനും അറിയാം. അവന് നന്നായിട്ട് അഭിനയിച്ച് ഇങ്ങനെ തെളിയണമെന്നൊക്കെ നല്ല ഈ കൂട്ടത്തിൽ ഇത്ര ഇങ്ങനെ സെറ്റായിട്ട് നിക്കണം എന്നൊക്കെ ഉള്ള പയ്യനാണ്. അവനൊന്ന് ജസ്റ്റ് ഒരാളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി. അത് നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സംസാരം അനർക്കളം വായിന്ന് വരും, അത് ഉറപ്പാ. അല്ല, അവൻ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു അവൻ സംസാരിച്ചത്. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മണിക്കൂർ നല്ല തൊണ്ടവേനയും കാലുവേദനയും. പിന്നെ എനിക്ക് പിറ്റേന്നൊരു സെഷൻ എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തൊണ്ട വയ്യെങ്കിൽ നാളെ അത് ഞാൻ മോഹിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വരാമേ നിന്ന് കുറച്ച് പിന്നെ വിഘ്നേഷും എല്ലാരും മറ്റേ നമുക്കിപ്പോ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇത് എന്ന് പറഞ്ഞ ശ്രമിച്ച് റിപ്പോർട്ടറായിരുന്നു. നമുക്ക് 4 ഫോണ് ഒരു ടാബ് എങ്ങനെ ഇരുന്നിട്ട് ഇത് ടാബ് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന്. എനിക്ക് ഇവന്റെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാടിന്റെ ഇലക്ഷന്റെ റിസൾട്ട് പറയുമ്പോഴത്തേനെ DMK ഇത്ര, AIDMK ഇത്ര, പിന്നെ ഇഷ്ടപ്പെട്ട ഇവരാണോ 2 ടാബും കൊണ്ടുവന്നത്? ടാബ് ഭയങ്കര ഉപയോഗമായിരുന്നു. പക്ഷെ ടാബ് ഇവന്മാർ രണ്ടും മറ്റേ സാധനം എടുത്തില്ലേ, അത് നല്ല ഇന്ററാക്റ്റീവ്. അത് ഫോണിൽ കിട്ടൂല. അത് ഫോണിൽ നമുക്ക് ഈ സാധനം ഒന്നും കുത്തി എടുക്കാനൊന്നും പറ്റും. പക്ഷെ ടാബ് ഉണ്ടായിരുന്നോണ്ട് അത് നല്ല ഉപയോഗമായിരുന്നു. മൊത്തത്തില് സാധനം സത്യം ഞാനും വിചാരിച്ചില്ല ഇത് 9.5 മണിക്കൂറൊന്നും ആയ കാര്യം. ചേട്ടൻ പറഞ്ഞ 11 മണിയാകുമ്പോ എല്ലാം തീരും. ഇങ്ങനെ പറഞ്ഞു ഇത് ലോക്സഭയൊന്നും പോലെയൊന്നും അല്ല, ഇത് 11 മണി. ഞാൻ കഴിഞ്ഞ തവണത്തെ ഇത് എടുത്തു നോക്കി, അത് 11 മണിക്കൂർ 12 മണിക്കൂറൊക്കെയാണ് ലൈവ് കിടക്കുന്നത്. അല്ലല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ നാളെ 4 മണിക്ക് എനിക്കൊരു കോളുണ്ട്, 2 മണിയാകുമ്പോ സാധനം തീരും. ഇവരാണ് 2 മണിക്ക് സാധനം 4 മണിക്ക് ചുമ്മാ തീരും. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്. ലാസ്റ്റ് നമുക്ക് ദേഷ്യം പറഞ്ഞ കഴക്കൂട്ടത്തെ മാത്രം അനങ്ങണില്ല, കഴക്കൂട്ടം മണ്ഡലത്തിൽ മാത്രം തീരണില്ല, ബാക്കി എല്ലായിടത്തും തീർന്നു. ഏകദേശം അറിയും, റിസൾട്ട് അറിയും. മറ്റാണ് ഇവിടെ ആണെങ്കിൽ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ കൂടെ ആയിട്ട് 4000 കഴക്കൂട്ടം. പിന്നെ അതിന് മുന്നേ തിരുവനന്തപുരം തീരണില്ല, ലാസ്റ്റ് അത് ട്വിസ്റ്റ് ആയിരുന്നു. അത് അത്ര നേരം ലീഡായിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 20 വോട്ടിന് ജയിച്ചെന്ന് കണ്ടൊക്കെ വന്നു. പിന്നെ ബിനുവിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ഇരിക്കുമെന്ന് ഇടയ്ക്ക്, പക്ഷെ നീ ഇരുന്നില്ല. അത് എന്ന് വെച്ചാ ലാസ്റ്റ് വരെയും ആ ഒരു ഇതുണ്ടായിരുന്നു, ഡ്രോപ്പ് വന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മള് അറിഞ്ഞില്ല ഈ സാധനം, നമ്മള് ഫോഴ്സ്ഫുൾ ആയിരുന്നില്ല, നമ്മള് ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്തതല്ല. അപ്പൊ നമ്മളിപ്പം ഇടയ്ക്ക് മാറിയിരിക്കും, നമ്മൾ തോന്നും കേരളം തോന്നും. കാര്യം ഇവിടെ പക്ഷെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉണ്ട്. കാര്യം ഒരു 4 പേരൊക്കെ നിൽക്കുമ്പോ തന്നെ അങ്ങോട്ട് എനിക്ക് തോന്നി അപ്പൊ നമ്മളായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കോൺഗ്രസ് മറ്റേ സ്റ്റേജിൽ ഫ്രണ്ടിലോട്ട് അപ്പോഴാണ് നമ്മളിങ്ങനെ 3 പേര് മതി. ഐഡിയലി ഇവിടെ 3 പേര് നിൽക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. 4 പേരൊക്കെ ആവുമ്പോഴത്തേക്കും ഭയങ്കര കുത്തിക്കയറ്റം. 5 പേരൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇല്ല. സത്യം പറഞ്ഞാൽ 3 പേര് മതി. 3 മതി. പക്ഷെ 4 പേര് 5 പേരൊന്നും പറ്റൂല. 4 പേര് ഐഡിയ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു ഈ ഒരു സ്പേസ്. പക്ഷെ ഭയങ്കര രസം. മണിക്കൂർ പക്ഷെ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാറെന്ന് തോന്നുന്നു. കാരണം ഇപ്പം അവിടെ ഇരിക്കാനൊക്കെ ഇല്ലടാ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഈ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരെ കഴിവാണ്. അതല്ലടാ, 9.5 മണിക്കൂർ എൻഗേജ് ചെയ്ത് നിർത്തണ്ടേ. ഉല്ലാസിന് എന്ത് തോന്നിയടാ ഇത് കണ്ടപ്പോ, ഇവിടെ ഇരുന്ന് കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷ? ഇല്ലല്ല, ഞാൻ നിങ്ങൾ തുടക്കത്തിൽ ഭയങ്കര എനർജി ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവർ ഇപ്പോഴേ ഇങ്ങനെ എനർജി ഇട്ടാ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണാനില്ലെന്ന്. ഒരു ടെസ്റ്റ് പോലെ കൊട്ടി കൊട്ടി അവസാനം വരെ പോകണമെന്നല്ലേ? 2020 മോഡായിരുന്നു അവസാനം വരെ. പക്ഷെ എനിക്കൊരു 12 മണിയായപ്പോ എനിക്ക് അന്ന് വേറെ ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തലവേദന തുടങ്ങി. എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്രീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തലവേദനയും 2 ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ഒന്നില് മറ്റേ നമ്മുടെ ഏതൊരു മെയിൻ ചാനല്, പിന്നെ ഒന്നില് വേറെ ചാനല്. ഇത് 2 കൂടെ വെച്ചേക്കാണ്. അപ്പൊ എനിക്ക് കുറച്ച് തലവേദന, കണ്ണിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്നു തുടങ്ങി. എനിക്ക് 2 ചെവിയിൽ 2 ചാനൽ വെച്ച് ഞാൻ നോക്കിയപ്പോ ഒന്നിൽ ഇങ്ങനെ വെച്ചിട്ട്
അതൊന്നും ഒരു മനുഷ്യന് cross ചെയ്യാൻ പറ്റില്ല. രണ്ടെണ്ണം. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് ബാക്ക് എൻഡ് ഒരു ആള് നീ ബാക്ക് എൻഡ് നിക്കണം, നീ ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ ഈ 3 ടാബ് മറ്റേ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വെച്ചിരിക്കണം, അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് കമ്പ്യൂട്ടർ സൂപ്പർ ആയിരുന്നു. അല്ല അന്ന് പെയിനൊക്കെ അപ്പൊ തന്നെ ഉണ്ടായിരുന്നു, ചെയ്തോണ്ടിരുന്നപ്പോ തന്നെ എല്ലാവർക്കും പെയിൻ ഉണ്ടായിരുന്നു, കാലുവേദന ഉണ്ടായിരുന്നു, തോളുവേദന ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. തൊണ്ടവേദന, ഈ കോട്ടന് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴാണ് കോട്ടന് ആ തോളിന്റെ ആ ഒരു ഇത് ഒരു ചെറിയൊരു പിടുത്തം പോലെ വരും. പിന്നെ തൊണ്ടവേദന, കുറെ നേരം സംസാരിക്കുമ്പോൾ തൊണ്ടവേദന ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. പക്ഷെ അത് അവസാനം വരെ നമ്മള് ക്യാരി ചെയ്തു. അത് എൻജോയ്മെന്റ് ഉണ്ട് അവർക്ക് ഒരു ആർട്ട് ബ്രേക്ക് പോലും ഇല്ലാതെ പറയുന്നത്. പിന്നെ ഇലക്ഷനും അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം ടി വി കേടാ ഇൻട്രസ്റ്റിംഗ് ആണ്. ആവട്ടെ ഈവൻ കോൺഗ്രസിന്റെ തന്നെ അവര് വിജയത്തിലോട്ട് എത്തിയെന്ന് കണ്ടപ്പോ തന്നെ അപ്പൊ തന്നെ അവര് തുടങ്ങി ആൾക്കാർ വരുന്നത്, ഒരാൾ പത്രസമ്മേളനം വിളിക്കുന്നു, ആദ്യമേ കേക്ക് മുറിക്കുന്നു, ആർക്ക് കേക്ക് ആദ്യം കൊടുക്കുന്നു, അതൊക്കെ നമ്മൾ നോക്കി. ഞാൻ മാനസികമായിട്ട് മറ്റേ ഇതായിട്ട് തളർന്നുപോയാ അത് കമന്റിൽ കണ്ടായിരുന്നു. ആ ഒരു തോൽവി ഭയങ്കരമായിട്ട്, ഇത്രയും വലിയൊരു തോൽവി. ഇത് ഇത്രയും വലിയ തോൽവിയൊന്നും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പോലും വിചാരിച്ചാണല്ലോ ഇത്രയും വലിയ വിജയം കിട്ടും. സത്യം. കാരണം വി ഡി സതീശൻ 100 പറഞ്ഞെങ്കിലും പുള്ളിക്ക് പോലും 80-85 പ്രതീക്ഷ എന്നുള്ളായിരുന്നു. പക്ഷെ ഇത് പുള്ളി പോലും നല്ല, അതാണ് ഇത്രയും പുള്ളി ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഇപ്പൊ നിൽക്കണം. ഞാൻ തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതാണ് കാരണം. അതും കൂടെ കൊണ്ടാണ് ഒരു സൂപ്പർ ചാറ്റ്. പിന്നെ സൂപ്പർ ചാറ്റിന്റെ പെരുമഴയായിരുന്നു. പെരുമഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർക്ക് വായിക്കണോന്നുള്ള ഒരു ഇതല്ല, നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ബാക്കിയുള്ള കമന്റ്സ് കാണാൻ പോലും സത്യം നമ്മൾ കമന്റ്സ് വായിക്കലാണ് യൂഷ്വലി. പക്ഷെ സൂപ്പർ ചാറ്റ് വായിച്ചു തരുമ്പോഴത്തേക്കും ഇതിനിടയില് എല്ലാം കൂടെ നടക്കൂല, എല്ലാ കമന്റ്സും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടെ ചെയ്യണ്ടേ. എന്റെ ഫ്രണ്ട്സും പറഞ്ഞു കുറെ കമന്റ് ഇട്ടെന്ന്. കാണാൻ നമ്മുടെ സാധനം ഇല്ല, നമ്മുടെ സാധനം ഇല്ലായിരുന്നു. ഈ ഇടയ്ക്ക് വിഘ്നേഷ് ഒക്കെ വരുമ്പോഴാണ് വിഘ്നേഷ് വരും. പിന്നെ ഉല്ലാസ് പറയും ഒരു സൂപ്പർ ചാറ്റ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ നോക്കണം, ശ്രീകാന്ത് നോക്കും, പിന്നെ ചിലപ്പോ ഞാൻ നോക്കും. ആരെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഇത്രയും സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും സപ്പോർട്ട് ഒരിക്കലും ഇമാതിരി ഒരു സപ്പോർട്ട് വളരെ നന്ദി, വളരെ നന്ദി. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുമുള്ള ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ. അത് കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ ഒരുപാട് പേര് വിളിച്ചു. പിന്നെ റെഡിറ്റിനകത്തൊക്കെ പോസ്റ്റുകളുടെ പെരുമഴയായിരുന്നു. അത് നമ്മൾ ഈ അന്ന് കോട്ടന്റെ ഒരു റീൽ ആദ്യമേ ഇട്ടല്ലോ, ഒരു മുന്നത്തെ ദിവസം തന്നെ ഇട്ടു, ഞായറാഴ്ച തന്നെ ഇട്ടല്ലോ. ഞായറാഴ്ച ഇട്ടപ്പോഴത്തേക്കും മറ്റേ അരുണിന്റെ ഹൈപ്പ് കൂടി. അരുണിന്റെ ഹൈപ്പ് അങ്ങ് കൂടി. അരുണാണെങ്കിൽ ചുമ്മാ പോണ വഴിക്ക് അരുണാണെങ്കിൽ ആങ്കർ അവന് ഇത് ഇല്ലാത്തോണ്ട് അങ്ങനെ ഒരു ഇത് ഇല്ലായിരുന്നു. പക്ഷെ അവന് ഈ കണക്കാവൂന്ന് പറഞ്ഞ് കണ്ണാടിയിൽ നോക്കിയതാ, കണക്കാവൂ ഇങ്ങനെ നോക്കി. എന്നിട്ട് നമ്മൾ പറഞ്ഞു, എടാ നാളെ നീ വരുമോന്ന് ചോദിച്ചപ്പോ ഇല്ലടാ എനിക്ക് വർക്കുണ്ട് അതുകൊണ്ട് വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു, ലീവ് ഒന്നും എടുക്കണടാ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇത് നോക്കിയപ്പോ ഫുള്ള് ഹൈപ്പ്. അരുൺ ചേട്ടനെ മറ്റേ മുട്ടയടിപ്പിച്ചു, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുത്തിട്ട് പ്രഷർ ചെയ്യും, അരുണേ ഇത് ഫുള്ള് നീയാണെന്ന്. ഇത്രയും ജില്ലയുണ്ട്, ഇത്രയുണ്ട്. പിന്നെ അന്ന് ലീവ് എടുത്ത്. പക്ഷെ അവനിവിടെ ഉണ്ടായിരുന്നു, അവനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു നമ്മളെ. എനിക്കൊരു ചെറിയൊരു പണിയൊന്ന് ഞാനത് സെറ്റാക്കിയിട്ട് വരാം, തീർന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചെത്തും. അപ്പൊ ഗൈസ് ബാക്ക് ടു നമ്മുടെ ലൈവിന്റെ ചർച്ച. അതില് ഈ കമന്റ്സ് പ്രേക്ഷകർ, നമ്മുടെ പ്രേക്ഷകർ, സ്വന്തം പ്രേക്ഷകർ, അവരുടെ അതെ ഇത്രയും എന്താ പറയാ ലവ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് വേറെ ഒരു യൂട്യൂബ് ചാനലിലും കാണാൻ ചാൻസ് ഇല്ല. ശരിക്കും അവര് തന്നെയാണ് ഇതിന് ഹൈപ്പ് കൊടുത്ത് ഇവിടെ വരെ എത്തിച്ചത്. അവര് തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചത്. അത് അവര് തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ അവർക്ക് തന്നെ ടെൻഷൻ നമ്മളെ കൊണ്ട്. ഇപ്പൊ ഇത് നമ്മള് ഫ്ലോപ്പ് ആയെന്ന് വെച്ചോ, അവര് വീണ്ടും സപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഫ്ലോപ്പ് ആയെന്നും പറഞ്ഞ് അങ്ങനെ ഇതൊന്നും ചെയ്യൂല അവര്. അത് അക്സെപ്റ്റ് ചെയ്യും, നമ്മൾ എഫേർട്ട് എടുത്തല്ലേ കളിയാക്കാതെ. അല്ലെങ്കിലും പിന്നെ ഇതിനിടയ്ക്ക് കോള് എവിടെ നിന്നെല്ലാം കോള് വന്നു. എല്ലാം എനിക്ക് തോന്നുന്നു കൂടുതലും പുറത്തുനിന്നുള്ളതാണ്. അത് ഞാൻ ഇങ്ങനെ കോള് ചെയ്യാം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും
കൊന്നുകൊണ്ടിരിക്കണ്. എനിക്കാണെങ്കിൽ മറ്റേ ഇത് 4 വർഷമായ ഫോണാണ് ഇത്. അല്ലെങ്കിൽ കോൾ എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, അത് ഭയങ്കര ചൂടായി ഇങ്ങനെ തിളക്കണം. ഇതിനിടയ്ക്ക് സ്വിഗ്ഗിക്കാര് വിളിക്കണം, അവരെ ചീത്ത വിളി, ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് കസ്റ്റമർ കെയർ ഒന്ന് വിളിക്കണ്, എന്നിട്ട് ഇവിടെ വന്നിട്ട് കോളൊന്നും എടുക്കുന്നില്ല ചോദിച്ചു. അത് ഭയങ്കര ജ്യൂസ്, ആൾക്കാർ ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്ത് തന്നു, കോഫി ഓർഡർ ചെയ്ത് തന്നു, നമ്മളാണ് കേക്ക് ഓർഡർ ചെയ്ത്. ടേക്ക് കെയർ ചെയ്യാ. നിങ്ങള് ഒരു കുഴപ്പം പറ്റാതെ അവിടെ നിക്കണം. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എല്ലാവർക്കും. അത് താങ്ക് യു വെരി മച്ച്. അത് നമ്മൾ അത്രയും ലവ് ഡിസർവിങ് ആണോ എന്ന് നമ്മൾ തോന്നി പോകും അല്ലേ, അതുമാതിരി സാധനമായിരുന്നു. പിന്നെ നമ്മളെ ചാനലിന് ഇതൊരു ബ്രേക്കാണ്. ഒരു ബ്രേക്ക് നമ്മള് ഇതിന് മുമ്പ് അതിന് 2 ദിവസം മുമ്പ് ഞാനും ഇവനും ഇങ്ങനെ താടി കൈ വെച്ച് ഇങ്ങനെ പോയ ചാനല് ഭാവി ഇനി എന്താണ് ചർച്ച, എന്താണ് ഇത് എങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് എന്ത് ചെയ്തിട്ട് ഇതിനൊരു ഗുണമില്ലല്ലേ. ഞാൻ വിചാരിച്ച് നമ്മള് രണ്ടുപേരും ഓട്ടോ ഒക്കെ കുറച്ചും കൂടെ ഓടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതിന് നല്ല ക്യാഷ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടി, നല്ല ക്യാമറയും ഡ്രോണൊക്കെ ഇറക്കിയിട്ട് എന്നിട്ട് ഒരു ഇത് പറഞ്ഞില്ല. അത് കണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. നല്ല ഓട്ടോ ആൾക്കാർക്ക് ഇഷ്ടം, നല്ല ഫീഡ്ബാക്കും എൻഗേജ്മെന്റും ഉള്ള. ഞാനത് ഓടുന്നു വിചാരിച്ചു, ഞാനത് ഒരു 100K എങ്കിലും ഓടുമെന്ന് വിചാരിച്ചു. 100K ഞാനാണ് പറഞ്ഞത്. 150, 250 ഞാൻ 150K പറഞ്ഞായിരുന്നു. 150 എന്ന് പറഞ്ഞായിരുന്നു. ഇതിന് മുമ്പ് ഇവൻ 80 പറഞ്ഞായിരുന്നു. അതും അടിയില്ല. കാരണം നമുക്കിപ്പം അതായത് ഇതിന് ഇനിയിപ്പം ഇത് തുടങ്ങിയ 2 ദിവസം മുമ്പ് അരുൺ വിളിക്കുകയാണ്. അരുൺ അവിടെ നിന്ന് വന്ന് ഞാനൊരു സെർച്ച് ചെയ്യാണ്. ഇങ്ങനെ എടാ ഇത് വ്ളോഗിന് വലിയ ഓട്ടമൊന്നുമില്ല, ഡഗ് ഔട്ട് പിന്നെ എന്തൊക്കെ ഇടുന്നുണ്ട് പോകുന്നുണ്ട്, പക്ഷെ വ്ളോഗ് ഇങ്ങനെ എന്ത് ചെയ്യും, നീ എന്തായാലും വന്നില്ലേ, 2 ആഴ്ച ഇവിടെ ഉണ്ടല്ലോ, നീ ആ ദാസൻ്റെ ഇരുന്ന് പ്ലാൻ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ എന്തെങ്കിലും ഫണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്ക്വിഡ് ഗെയിം ചെയ്ത പോലെ കുറച്ച് വലിയൊരു സാധനം സെറ്റ് ചെയ്യാം, എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഡഗ് ഔട്ടായിട്ട് ഞാൻ വേറെ ഗ്രൗണ്ട് എന്തെങ്കിലും വേറെ സെറ്റ് ചെയ്യാം, നീ ഇത് നോക്കാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇപ്പൊ ഈ ലൈവിന്റെ കേസ് ഓക്കെ, നമ്മള് ഇത്രയും എക്സ്പെക്ട് ചെയ്യാറില്ല. ഇത്രയും ഇത് ഏറ്റവും കോമഡി ഇല്ലേ, എന്റെ അമ്മയ്ക്ക് മാറിപ്പോയി, എടാ നിങ്ങളെ പരിപാടി ഇവിടെ ഇത് കാണുന്നില്ല, ഇങ്ങനെ ഒരച്ചോണിയാണ് ഫ്രണ്ടിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതാണ്ട് ഇത് നിങ്ങളാണ്, അമ്മ വിചാരിച്ചെന്നതാണ് ഇത് ഏതോ TV ചാനൽ എന്നാണ് വിചാരിച്ചത്. അപ്പൊ അമ്മ നമ്മളെ മറ്റേ യൂഷ്വൽ സെറ്റപ്പിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ വിളിച്ചു നിങ്ങൾ തന്നെ. പിന്നെ അമ്മയ്ക്ക് അല്ലെങ്കിലും വിനുവിനോടും ദാസനോടും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. മറ്റേ എന്താ ദാസനും വിനുവും സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. പിന്നെ സൂപ്പർ ചാറ്റ് ഇടാൻ പഠിച്ചു കൊടുക്കണം. അല്ല ഇതിലിപ്പോ ഈ കുറെ ആൾക്കാർ പറഞ്ഞ മറ്റേ അവരുടെ പ്രതീക്ഷനെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, അതിന് സത്യം പറഞ്ഞാൽ നമ്മുടെ താങ്ക്സ് പറയേണ്ടത് കോസ്പ്ലേക്കാണ്. അതിന് ആൾക്കാർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ പെർഫോമൻസ് വളരെ മോശമായതുകൊണ്ട് അവർ ഇത്തവണയും വിചാരിച്ച് പിന്നെ എനിക്ക് ഈ ചാറ്റ് വരുമ്പോഴൊക്കെ അതിന്റെ ഒരു ഇതുണ്ട്. അന്ന് നമ്മൾ കാണിച്ചതിന് അപ്പുറം എന്തായാലും വരൂല, അത് എന്തായാലും അത്രയും ഫ്ലോപ്പ് ആവൂല. അങ്ങനെ ഒരു പ്രതീക്ഷ കൊണ്ട് ചാറ്റിൽ കളിയാക്കുമ്പോഴും ആ ഒരു അന്നത്തെ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും അവസാനം ഇങ്ങനെ ദാസനേട്ട ഒരു ഇരിപ്പുണ്ട്. എടാ ഞാൻ ഇങ്ങനെ ഇരിക്കണം, ഞാൻ എന്താ ആലോചിച്ചാണ് ഇരിക്കണം. കാരണം ഞാൻ പറയാം പാട്രിയോട്ടിലെ മമ്മൂട്ടി എനിക്ക് അതല്ലടാ, ഞാൻ ഈ ദിഗംബരന്റെ ഉടുപ്പൊക്കെ ഊരി ദിഗംബരന്റെ വേഷം ഇട്ടിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ ചാറ്റ് നോക്കിട്ട് ഇങ്ങനെ ചാറ്റ് വായിച്ചുകൊണ്ടിരിക്കണം, ഒന്നും ചെയ്യാനില്ല. ഈ വേഷം കൂടെ കിടക്കയില്ലേ ചെയ്യാനില്ല. വായിച്ചപ്പോഴേ കിളി പോയി. അതായിരുന്നു അന്ന് പറ്റിപ്പോയത്. പക്ഷെ ആ ഒരു ഹൈപ്പ് കുറഞ്ഞതുകൊണ്ട് ഇത്തവണ നമ്മൾ ചെയ്ത സാധനം ടോപ്പായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാ അല്ലേ, വരണത് വരട്ടെ, അത്രേ ഉള്ളൂ. എന്റെ അച്ഛൻ ഇത് തന്നെ കണ്ടത്. കാരണം ഇലക്ഷന് എല്ലാരും തോറ്റു തുന്നാൻ പാടി. ഇതെങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ അടുത്ത് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ അടിപൊളിയായിരുന്നു. ഇങ്ങനെയാണ് പറഞ്ഞ അടിപൊളി.
അങ്ങനെയാണ് പറഞ്ഞത്. അടിപൊളി അങ്ങനെയാണ് പറഞ്ഞത്. താങ്ക് യു ബീനു കസറി എന്ന് പറഞ്ഞു. ഓ താങ്ക് യു ഒന്ന് ബുക്ക് ചെയ്യാൻ നോക്കി. ബീനു കസറി CK അടിപൊളിയായിരുന്നു. പിന്നെ താങ്ക്സ് ടു KSB. കാര്യം അന്നെങ്ങാനും കറണ്ട് പോയിരുന്നെങ്കിൽ പെട്ടുപോയത്. ഞാൻ ലാസ്റ്റ് അന്ന് തലേ ചോദിച്ചു അരുണിന്റെ വീട്ടിൽ നിന്ന് ഇൻവെർട്ടർ എടുത്താലോ. ആലോചിക്കണല്ലേ അന്ന് അല്ല അതൊക്കെ കണക്കാക്കേണ്ട കാര്യമാണ്. ഇനി വലിയ സാധനങ്ങൾ ചെയ്യുമ്പോ അതൊക്കെ നമുക്ക് ചെയ്യാം. കറണ്ട് പോയിരുന്നെങ്കിൽ അന്നത് ചിലപ്പോ അത് ഫ്ലോപ്പ് ആയി പോയി. എന്റെ വീട്ടിൽ നിന്ന് ഊരി എടുക്കാം. അപ്പൊ എന്തായാലും അതായിരുന്നു നമ്മുടെ ഇലക്ഷൻ ബിഹൈൻഡ് ദ സീൻസ്. ഇലക്ഷൻ ബിഹൈൻഡ് സീന് ഇതൊരു വലിയൊരു വിജയമായി ആൾക്കാരും നല്ല രീതിയിൽ നമ്മളെ ഏറ്റെടുത്തു, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്തു. ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്തു. വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കണം. റിപ്പീറ്റ് വാച്ച് ഉള്ള സാധനം 9.5 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കണം. അതാ 2 lakhs ഒക്കെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതെ 1 lakh ഒരു വീഡിയോ ക്രോസ് ചെയ്യുന്നതിൽ തന്നെ ഭയങ്കര കണ്ടിട്ട് കുറെ നാളെ എണ്ണ വെച്ച് കാത്തിരിക്കും. അപ്പോഴെ ഒരു ലൈവ് 9.5 മണിക്കൂറുള്ള ലൈവ്. പിന്നെ എനിക്ക് വേറൊരു സന്തോഷമുള്ളത് വിഘ്നേഷ് പോണതിന് മുമ്പ് അത് പറ്റി. നമ്മുടെ പവർ അവൻ ഇങ്ങനെ തടിയും കൊടുത്ത് മറ്റേ ഓക്സിജൻ വെക്കണം, അങ്ങനെ ഓക്സിജൻ കൊണ്ടുവരട്ടെ, ജീവിപ്പിക്കട്ടെ, CPR വേണം, അങ്ങനെ ഒരു സ്റ്റേജിലാണ് അവന്റെ എല്ലാ സംസാരം. നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാ അവനെന്തോ അവന്മാര് രക്ഷപ്പെടൂല, ഞാൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ടി വരും, അവിടെ നിർത്തേണ്ടി വരും. അതിന്റെ ഇടയിൽ അവന്റെയും കൂടെ അവനും 200K ഒക്കെ കണ്ട് അവനൊരു ആത്മസംതൃപ്തി അണഞ്ഞിട്ട് തന്നെ അവന് പോകാൻ പറ്റി. അതൊരു എനിക്കൊരു ഹാപ്പിയായി. അത് സംഭവം. അങ്ങനെ മൊത്തത്തിൽ എന്തായാലും അത് അടിപൊളിയായി. അതെ, അടിപൊളിയായിരിക്കണം. ഇത്രയും സപ്പോർട്ട് തന്നതിന് എന്റെ സപ്പോർട്ട് തന്നത് എല്ലാവർക്കും സ്നേഹിച്ചതിന്. അതെ അതെ, നമ്മൾ ഇത്രയും കെയർ ആണ് കൂടുതൽ ചെയ്യണത്. നന്ദിയുണ്ട്. പിന്നെ ഐഡിയാസ് നമുക്ക് അതെ, പിന്നെ ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുക. ഐഡിയാസ് ഒക്കെ ബാറ് കൂടിയേട്ടാ, ഇവിടെ കിടന്ന ഒരു ബാർ ഇവിടെ കിടക്കുകയാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യണതാണ് ഏറ്റവും പാട്. നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്യണം. അതെ, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയിക്കുക, ഐഡിയാസ് ഒക്കെ തരിക. അതെ അതെ. പിന്നെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി, ആസ് എ കമ്മ്യൂണിറ്റി നമുക്ക് ഇങ്ങനെ ഗ്രോ ചെയ്യണമെന്നാണ് ആഗ്രഹം. സോ ഈ കമ്മ്യൂണിറ്റി ഭയങ്കര ഒരു ഹാപ്പിയാണ്. ഇത്രയും ഹെൽപ്ഫുള്ളും ഇത്രയും ആക്റ്റീവ് ആയതിൽ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ചർച്ചകളും പിന്നെ ഇത്രയും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണതും കമന്റിലാവട്ടെ റെഡിറ്റിലാവട്ടെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. നമ്മള് ഇപ്പൊ ഒരു 6 വർഷം 2020 പോഡ്കാസ്റ്റ് തുടങ്ങി 6 വർഷം ലോങ് റൺ ആണ്. അതൊരു ലോങ് റൺ കുറച്ച് ചെയ്യുമ്പോഴേ ഇത്രയും ഒരു എൻഗേജ്മെന്റ് ഒക്കെ റേറാ. അപ്പോഴാ അങ്ങനെ നിൽക്കണ ഇത്രയും സ്നേഹമുള്ള ആൾക്കാരുണ്ടല്ലോ, അത് നമുക്കൊരു ധൈര്യം. സമയം മാറ്റി വെക്കുന്നതിലും വളരെ സന്തോഷം. അപ്പൊ അതത്രയൊക്കെയാണ് നമ്മുടെ ഈ ലൈവിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഇലക്ഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവർക്ക് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു, ഈ ഇതിനിടയിൽ ഒരു സർപ്രൈസ് തന്നതിന്. ഓക്കെ, അത് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും കമന്റിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അത് അത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ.